السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقد قال سيدنا محمد صلى الله عليه وسلم: تركت فيكم أمرين لن تضلوا ما تمسكتم بهما كتاب الله وسنة رسوله. صدق رسول الله صلى الله عليه وسلم. يا خير من دفنت بالقاء يعظمه فطاب من طيبهن القاع والأكم. نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. أنت الحبيب الذي ترجى شفاعته على الصراط إذا ما زلت القدم. فصاحباك فلا أنساهما أبدا مني السلام عليكم ما جرى القلم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനമുള്ള സയ്യിദ് അവർകളെ, ആലിമീങ്ങളെ, മഹല്ല് കാരണവന്മാരെ, പ്രിയം നിറഞ്ഞ ഉമ്മമാരെ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അർഹമുർറാഹിമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ചൂടിയ മജ്ലിസ് നാളെ പരലോകത്ത് നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സദസ്സുകളിൽ ഉൾപ്പെടുത്തി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സത്യത്തെ സത്യമായി മനസ്സിലാക്കാനും അതിൽ ഉറച്ചു നിന്ന് ജീവിക്കാൻ, അസത്യത്തെ അസത്യമായി തിരിച്ചറിഞ്ഞ് അതിനെ തിരസ്കരിക്കാനും അല്ലാഹു നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകുമാറാകട്ടെ. ഈ പ്രദേശത്തിന്റെ ആത്മീയ കേന്ദ്രമായ മദ്രസയുടെ 60ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള വൈവിധ്യമാർന്ന പരിപാടികളുടെ ഭാഗമാണ് ഈ ആദർശ സംഗമം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇങ്ങനെ ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ച് ഒരു ചർച്ച ഇവിടെ സംഘടിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം നേരത്തെ കഴിഞ്ഞ പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞു. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മോട് ഓതാൻ കൽപ്പിക്കപ്പെട്ട ഒരധ്യായമാണ് സൂറ അൽ അഅല. അല്ല, എല്ലാ ദിവസവും ഓതാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. 3 റക്അത്തായി വിത്ർ നിസ്കരിക്കുകയാണെങ്കിൽ
അതിലെ ആദ്യത്തെ റക്അത്തിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന സൂറയാണ് ഓതേണ്ടത്. വെള്ളിയാഴ്ച രാവിലെ ഇശാന്റെ നിസ്കാരത്തിലും സുബഹിന്റെ ജമാഅത്തിലും ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും അതുപോലെ ജുമുഅക്കും ആ അധ്യായം അതിന്റെ കൂടെ ഹൽ അതാക ഹദീസുൽ ഗാശിയ. ഈ സൂറത്തിൽ അല്ലാഹു നമ്മളെ ഉണർത്തുന്ന ഒരു കാര്യം ആമിലത്തുൻ നാസിബ, അമലുകൾ ചെയ്ത് ക്ഷീണിച്ച കുറെ ശരീരങ്ങൾ, അമല് ചെയ്ത് തഴമ്പിച്ച ശരീരങ്ങൾ, തസ്ലാ നാറൻ ഹാമിയ, നാളെ ആളിക്കത്തുന്ന നരകാഗ്നിയിൽ പ്രവേശിക്കും. അമല് ചെയ്യാത്തവരെ പറ്റിയ നിസ്കരിച്ചിട്ട് ലോറിന്റെ ലൈറ്റ് പോലത്തെ നിസ്കാരത്താൻ പോകണം, പക്ഷേ അവർ നരകത്തിൽ പ്രവേശിക്കും. ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ അയിമ്മത്ത് പറഞ്ഞ ഒരു വിശദീകരണം ഇതാരെ കുറിച്ചാണ്? അമല് ചെയ്തിട്ടും നരകത്തിൽ പോകേണ്ടി വന്നത് ആരാണ്? അത് തന്റെ വിശ്വാസധാരയെ സംബന്ധിച്ച് ആദർശത്തെപ്പറ്റി അചഞ്ചലമായ വിശ്വാസം ഉറപ്പും ഇല്ലാത്തവനാണ്. വിശ്വാസം ക്ലിയറാക്കാതെ നമ്മൾ എന്ത് അമല് ചെയ്തിട്ടും അല്ലാഹുവിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. ആ അമൽ അവനെ പരലോകത്ത് രക്ഷിക്കാൻ വരില്ലെന്നു മാത്രമല്ല, ഈമാൻ ക്ലിയറാക്കാതെ അമല് ചെയ്തവന്റെ സൽക്കർമ്മങ്ങളെ അല്ലാഹു രണ്ട് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് കറമാത്, വെണ്ണീര് പോലെയാണ് ചാരം. ഒരു കർഷകൻ തന്റെ കാർഷിക വിളകൾക്ക് ആവശ്യമാകുന്ന സമയത്ത് ഇട്ടുകൊടുക്കാൻ വേണ്ടി ഒരു വലിയ ചാരത്തിന്റെ കൂമ്പാരം അയാൾ ശേഖരിച്ചു വെക്കുന്നു. അല്ലാഹു പറയുകയാണ്, അങ്ങനെ ശക്തമായ ഒരു ചുഴലിക്കാറ്റ് വന്ന് ആ വെണ്ണീരിനെ അന്തരീക്ഷത്തിലേക്ക് പറത്തി കൊണ്ടുപോയാൽ അതിൽ നിന്ന് അയാൾക്ക് വല്ലതും പിന്നെ തിരിച്ചു പിടിക്കാൻ കഴിയോ? വെണ്ണീര് പാറിപ്പോയ പിന്നെ പിടിച്ചാൻ കിട്ടും? ഇല്ലാത്തതുപോലെ ഇവന്റെ സൽക്കർമ്മം, ഈമാൻ ക്ലിയറാക്കാതെ ചെയ്തു വെച്ച പുണ്യകർമ്മങ്ങൾ പരലോകത്ത് ചെല്ലുമ്പോൾ ആവശ്യമുള്ള സമയത്ത് അവന് ഉപകാരപ്പെടുകയില്ല. ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ ഒരു ഉദാഹരണം മരുഭൂമിയിലെ മരീചിക പോലെയാണ്. മരീചിക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ താറിട്ട റോട്ടിൽ നട്ടുച്ച നേരത്ത് ഇങ്ങനെ നോക്കിയാൽ ഒരു സാധനം ഇങ്ങനെ ഓളം വെട്ടുന്നത് കാണാറില്ല. ദൂരെ നിന്ന് നോക്കുമ്പോൾ അതൊരു കായലാണ്, ജലാശയമാണെന്നൊക്കെ തോന്നും. മരുഭൂമിയിൽ ജലക്ഷാമമുള്ള കഠിന ചൂടുള്ള സ്ഥലത്ത് എവിടെ നോക്കിയാലും ഈ മരീചികയെ കാനലിൽ നമുക്ക് കാണാൻ പറ്റും. ദാഹിച്ചു വലഞ്ഞ ഒരാൾ ദൂരേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു തടാകമാണെന്ന് കരുതി അങ്ങോട്ട് ചെല്ലും. അപ്പൊ അതിന്റെ അപ്പുറത്തായി അവിടെ പോയി നോക്കുമ്പം അതിന്റെയും അപ്പുറത്ത് തിരിഞ്ഞു നോക്കിയാൽ നേരത്തെ അങ്ങനെ വെള്ളം കിട്ടുമെന്ന് കരുതി അയാൾ തലങ്ങും വിലങ്ങും ഓടി നിരാശനാകുന്നത് പോലെ വിശ്വാസം ക്ലിയർ വരുത്താതെ അമലുമായി പരലോകത്ത് വരുന്നവൻ നിരാശനായി പോകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇതുകൊണ്ടാണ് അള്ളാഹുവുമായുള്ള അഭിമുഖമാകുന്ന മുനാജാത്താകുന്ന നിസ്കാരത്തിൽ പ്രധാനമായും നമ്മൾ അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യം എന്താ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, ഞങ്ങളെ ചൊവ്വായ മാർഗത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണം. ഇതാണ് ബിസ്മി ചൊല്ലി ഹംദ് ചൊല്ലി അള്ളാനെ പുകഴ്ത്തി ഇബാദത്ത് അള്ളാന്റെ മുമ്പിൽ വെച്ച് മറ്റുള്ള ആളുകളെയൊക്കെ കൂട്ടുപിടിച്ച് അള്ളാനോട് ചോദിക്കണ കാര്യം എന്താ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം.
ഒരു വട്ടം പോരാ, ചുരുങ്ങിയത് 5 നേരത്തെ നിസ്കാരത്തിലൂടെ 17 തവണ പടച്ച റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണം. കാരണം മാർഗം പഴച്ചു പോയാൽ, നമ്മളെ റൂട്ട് തെറ്റിപ്പോയാൽ, ആദർശത്തിൽ ഉറപ്പും വിശ്വാസവും ഇല്ലാതെ പോയാൽ നമ്മളെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടൂല. അതുകൊണ്ട് ഇവിടെ ആരും പുത്തനാശയക്കാരില്ല. ഇവിടെ 100% സുന്നികളാണെങ്കിൽ പോലും ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും നമ്മളെ പരിസരത്തൊക്കെ ഈ വിഷക്കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം സന്ദർഭങ്ങളിൽ ഫയർഫോഴ്സ് വന്നാൽ ആദ്യം എവിടെയാണ് വെള്ളടിക്കുക? തീ പിടിച്ച ബിൽഡിങ്ങിനല്ല, അതിന്റെ പരിസരത്ത് അടിക്കണ്ട. ഇതേപോലെ ഇവിടെയും വിദഗ്ധക്കാരൊക്കെ വന്നിട്ട് നമ്മൾ നോക്കാം എന്ന് പറഞ്ഞ് കാത്തു നിന്നാൽ തീ പിടിച്ചിട്ട് പിന്നെ വെള്ളടിച്ചുകൊണ്ട് വലിയ ഫലം ഉണ്ടാവില്ല. തീ പിടിക്കുന്നതിന് മുമ്പാണ് പരിസരത്തുള്ള ബിൽഡിങ്ങിലൊക്കെ ആദ്യം വെള്ളടിച്ചു വെക്കണം. അപ്പൊ നമ്മളെ നാട്ടിൽ ഈ വിദഗ്ധത്ത് വേരൂന്നാതിരിക്കണമെങ്കിൽ ജാഗ്രത പുലർത്തണം. അതിന് ആദർശ അവബോധം എല്ലാവരിലും ഉണ്ടാവണം. എന്താണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ? ഇസ്ലാം എന്നതിന്റെ മറ്റൊരു പര്യായ പദം മാത്രമാണ് സുന്നി എന്ന് പറയുന്നു. ഇസ്ലാം ഒന്ന് വേറെ, സുന്നി ഒന്ന് വേറെയല്ല. അല്ലെങ്കിൽ ഇസ്ലാമിൽ കുറെ അവാന്തര വിഭാഗങ്ങളുണ്ട്. അതിലൊന്ന് ജമാഅത്ത്, മുജാഹിദ്, തബ്ലീഗ്, സുന്നി. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നുമല്ല സുന്നി. സുന്നി എന്നത് അഹ്ലുസുന്ന വൽ ജമാഅ എന്നതിന്റെ ചുരുക്ക പ്രയോഗമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നത് അൽ ഇസ്ലാം എന്നതിന് അല്ലാഹുവിന്റെ റസൂൽ നിശ്ചയിച്ച മറ്റൊരു പേരാണ്. എപ്പോഴാണ് നബി തങ്ങൾ ഇങ്ങനെ ഒരു പേര് ഇസ്ലാമിന് വെച്ചത്? അവിടുന്ന് പറഞ്ഞു, സതഫ്തരിഖു ഉമ്മത്തി, എന്റെ സമുദായത്തിൽ ആദർശപരമായ അഭിപ്രായ ഭിന്നത വന്ന് വിഭാഗീയത ഉടലെടുക്കും. അങ്ങനെ ഈ ഉമ്മത്ത് 73 വിഭാഗമായി ആശയപരമായി വേർപിരിയും. കുല്ലുഹും ഫിന്നാർ. അപ്പോൾ സർവ വിഭാഗവും നരകത്തിന്റെ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നു. ഇല്ലാ വാഹിദ, ഒരു വിഭാഗം ഒഴികെ. ഇത്രയും പറഞ്ഞപ്പോഴേക്ക് ആകെ ബേജാറായ സ്വഹാബികൾ ഇടക്ക് കയറി നബി തങ്ങളോട് ചോദിക്കുന്നു, മൻഹും യാ റസൂലല്ലാഹ്? 73 വിഭാഗവും ഞങ്ങളാണ് ശരി എന്ന് പറഞ്ഞു ആളുകളെ വിളിക്കുമ്പോൾ അറിവില്ലാത്തവർ അന്തം വിട്ടുപോകുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് നബിയെ, ഏതാണ് ആ ഒരു ശരിയുള്ള പാർട്ടി, ഹക്കിന്റെ മാർഗത്തിലുള്ളവരെന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ ഹബീബ് കൊടുത്ത ഉത്തരമാണ് ഹും അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഒരു റിപ്പോർട്ടിൽ അങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ മറുപടി ഉദ്ധരിക്കപ്പെട്ടത്. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ ചര്യ പിന്തുടരുന്നവരും, വൽ ജമാഅ, ജമാഅത്തിന്റെ അഥവാ സ്വഹാബത്തിന്റെ തീരുമാനം അംഗീകരിക്കുന്നവരും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇസ്ലാമിന്റെ പേരിൽ പലരും വരുമ്പം നബിയും സ്വഹാബത്തും ഏത് വഴിയിലാണ് അവിടെ നിൽക്കുന്നവരാണ് ഹഖ്ഖിലുണ്ടാകുക. പ്രസിദ്ധമായ മറ്റൊരു റിപ്പോർട്ടിൽ നബി തങ്ങൾ പറഞ്ഞതായി ഇങ്ങനെയാണ് ഉദ്ധരിക്കപ്പെട്ടത്, മാ അന അലൈഹി വസ്ഹബി, ഞാൻ ഏതൊരു മാർഗത്തിൽ നിലകൊണ്ടോ ആ മാർഗത്തിലുള്ളവരാണ് അന്ന് സത്യത്തിൽ ഉണ്ടാകുക. അത് തന്നെയാണ് അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ നിലകൊള്ളുന്ന മാർഗം. വ അസ്ഹാബി എന്ന് പറഞ്ഞതാണ് വൽ ജമാഅ എന്ന് പറഞ്ഞത് നബി തങ്ങളെ സ്വഹാബത്ത് നിലകൊണ്ട മാർഗം. അപ്പോൾ ആ രണ്ട് പ്രയോഗവും ഒരേ അർത്ഥത്തിലുള്ള രണ്ട് പ്രയോഗങ്ങൾ മാത്രമാണ്, ആശയത്തിൽ വ്യത്യാസമല്ല. അപ്പൊ ഇസ്ലാമിന്റെ പേരിൽ ധാരാളം വ്യാജന്മാർ പ്രത്യക്ഷപ്പെടുമ്പോൾ ഹഖായ മതത്തെ തിരിച്ചറിയാൻ മുത്തുനബി നിശ്ചയിച്ച പേരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. അത് ഇസ്ലാം എന്നതിന്റെ മറ്റൊരു നാമം മാത്രമാണ്. എന്താണ് ഇസ്ലാമിന്റെ ആദർശം? ഒന്നാമതായി പരിശുദ്ധമായ ഖുർആൻ. യഥാർത്ഥത്തിൽ ആ ഖുർആനിൽ അല്ലാഹു നമ്മളോട് പറഞ്ഞതാണ് ഇസ്ലാം. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ അല്ലാഹു പറഞ്ഞു, "സാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ."
ആ മഹത്തായ വേദഗ്രന്ഥമാകുന്ന പരിശുദ്ധ ഖുർആൻ ഒരു സംശയവും വേണ്ട, മുത്തഖീങ്ങൾക്ക് അത് മാർഗദർശനമാണ്. അപ്പൊ ശരിയായ ഹിദായത്തിന്റെ മാർഗം കണ്ടെത്താനുള്ള അവലംബം എന്താണ്? പരിശുദ്ധ ഖുർആനാണ്. അതിൽ മുസ്ലിം ലോകത്തിന് തർക്കം ഇല്ല. ഖുർആനിൽ നിന്നാണ് നമ്മൾ ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ആ ഖുർആനിൽ നിന്ന് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? നമുക്ക് ഓരോരുത്തർക്കും ഖുർആൻ എടുത്ത് മറിച്ചു നോക്കി വായിച്ചു ഒരു ലഘുലേഖ വായിക്കുന്നത് പോലെ വായിച്ചു ഉൾക്കൊള്ളാൻ പറ്റിയ ഗ്രന്ഥമാണോ ഖുർആൻ? അങ്ങനെ ആയിരുന്നെങ്കിൽ അള്ളാഹുവിന് മുത്തുനബി തങ്ങൾ എങ്ങനെ ഇടങ്ങറാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഖുർആന്റെ കുറെ കോപ്പി നമ്മളൊക്കെ ലഘുലേഖ അടിക്കണ മാതിരി അടിച്ച് അറേബ്യയിൽ ഒന്നാകെ അങ്ങ് വിതരണം ചെയ്താൽ ആൾക്കാർക്ക് വായിച്ച് ഹിദായത്തായി കൂടെ? അത് പറ്റില്ല. അങ്ങനെ ഏതൊരാളും സ്വന്തം ഇഷ്ടപ്രകാരം പഠിച്ച് ഹിദായത്തിന്റെ വഴിയിലെത്താനുള്ളതല്ല ഖുർആൻ. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത്, നബിയേ വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. ജനങ്ങൾക്ക് വേണ്ടി ഇറക്കപ്പെട്ട ഈ ഗ്രന്ഥത്തെ അങ്ങേക്ക് ഞാൻ ഇറക്കി തന്നത് എന്തിനാണ്? നിങ്ങളെ കയ്യിലേക്ക് ഇതിനെ തന്നത് ജനങ്ങൾക്ക് വേണ്ടി ഇറക്കപ്പെട്ട ഈ കിതാബിനെ അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കാനാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ ഖുർആനിൽ നിന്ന് എന്താണ് ഇസ്ലാം എന്ന് നമുക്ക് വിശദീകരിച്ചത്. എല്ലാം ഖുർആനിലുണ്ട്, പക്ഷെ അത് വ്യാഖ്യാനിച്ച് വിശദീകരിക്കാൻ അള്ളാഹു ഏൽപ്പിച്ചത് മുത്തുനബിയാണ്. എന്ന് വരുമ്പോൾ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 23 കൊല്ലക്കാലത്തെ ജീവിതവും കൂടി വെച്ചു വേണം പരിശുദ്ധ ഖുർആനെ മനസ്സിലാക്കാൻ, അതിൽ നിന്ന് ദീൻ മനസ്സിലാക്കാൻ. അപ്പൊ നമ്മൾ അടിസ്ഥാന പ്രമാണങ്ങളായി ഇപ്പൊ 2 എണ്ണം വന്നു. ഒന്ന് ഖുർആൻ, മറ്റൊന്ന് സുന്നത്ത്, നബി തങ്ങളെ ജീവിതം. ഈ രണ്ടും നമ്മൾ മുറുകെ പിടിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ പഴച്ചു പോകൂല. അതാണ് അള്ളാഹിന്റെ ഹബീബ് പറയുന്നത്, തറക്തു ഫീക്കും അംറൈൻ. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുകയാണ്. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മറ്റൊന്നുമല്ല, ഒന്ന് പരിശുദ്ധ ഖുർആനും രണ്ടാമത്തത് എന്റെ സുന്നത്തുമാണ്. അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വഴി തെറ്റുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിലെ എല്ലാ കക്ഷികളും പ്രത്യക്ഷത്തിൽ എന്ത് വാദിക്കുന്നു? ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നത് ഖുർആനിലേക്കാണ്, സുന്നത്തിലേക്കാണ്. ഇത് പറയാത്ത ഒരു കക്ഷിയില്ല. സാക്ഷാൽ ചേകന്നൂര് മൗലവി വരെ അയാളെ സംഘടനക്കിട്ട പേരെന്തായിരുന്നു? ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. ഖുർആൻ സുന്നത്ത്. ഖുർആനും സുന്നത്തും വിട്ട് അയാൾക്കും കളിയില്ല എന്ന് അയാളും പറയണം. ജമാഅത്ത് പറയുന്നു, മുജാഹിദ് പറയുന്നു, തബ്ലീഗ് വരണമൊക്കെ ഖുർആനിലേക്കും സുന്നത്തിലേക്കാണ് ഞങ്ങൾ വിളിക്കുന്നത്. സുന്നികളും തന്നെ. നമ്മൾ ഖുർആനും സുന്നത്തും വിട്ട നമ്മളെ കളി അല്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച ആരും പഴച്ചു പോകില്ലാണ്. പിന്നെ എങ്ങനെ ഈ കക്ഷികളൊക്കെ ഉണ്ടായി? എല്ലാവരും ഖുർആനും സുന്നത്തിന്റെ ആളുകളാണ്. അപ്പൊ എവിടുന്നാണ് പ്രശ്നം തുടങ്ങുന്നത്? അടിസ്ഥാനപരമായ ഒരു പഠനം നമ്മളാക്കണം. ആരെങ്കിലും ഗണ്ണിച്ച് അവർ ഉത്തരം മുട്ടിക്കണ പരിപാടി നമുക്ക് സംഗതി മനസ്സിലാക്കാം. എവിടുന്നാണ് ഈ വിഭാഗീയത പിന്നെ വരുന്നത്? ഖുർആനും സുന്നത്തും അംഗീകരിക്കണമെന്ന് എല്ലാവരും പറയുമ്പോൾ പിന്നെ എങ്ങനെ ഈ പരസ്പര വിരുദ്ധമായ വിശ്വാസവും കർമ്മങ്ങളൊക്കെ ഓരോ സമൂഹത്തിൽ പല വിഭാഗത്തിൽ ഉടലെടുത്തു? അതിന്റെ കാരണമാണ് ഖുർആനും സുന്നത്തും അംഗീകരിക്കണം എന്നതിലല്ല മുസ്ലിങ്ങളിൽ തർക്കം. മറിച്ച് ഖുർആനും സുന്നത്തും അംഗീകരിക്കുക എന്ന് പറഞ്ഞതിന്റെ രീതിശാസ്ത്രം എന്താണ്? അതിന്റെ രൂപം എങ്ങനെയാണ്? ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഇസ്ലാമിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രായോഗിക രൂപം എന്താണ്? അതിലാണ് സുന്നികളും അല്ലാത്തവരും തമ്മിലുള്ള തർക്കം. എല്ലാ വിദഗ്ധക്കാർക്കൊക്കെ ഒരു കാര്യത്തിൽ യോജിപ്പെടും. എല്ലാ വിദഈ കക്ഷികളും ആദ്യത്തെ വിദഈ കക്ഷിയായ ഖവാരിജ് മുതൽക്ക് ഇങ്ങോട്ട് വന്ന മുഅ്തസിലത്ത് മുതൽക്ക് ഇപ്പോഴുള്ള വഹാബിയത്ത്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് അടക്കം
ഇവരുടെ ഒക്കെ വാദം ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് ഇസ്ലാമിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രായോഗിക രൂപം ഖുർആൻ എഴുതി ക്രോഡീകരിച്ച ഗ്രന്ഥമാണല്ലോ പരിശുദ്ധ ഖുർആൻ. മുസ്ഹഫ്, ആ മുസ്ഹഫ് എടുത്ത് ആദ്യം ഇങ്ങനെ മേശപ്പുറത്ത് കൊണ്ടുവച്ചു. ഇനി അറബി അറിയാത്ത ആളാണെങ്കിൽ അതിന്റെ ഒരു പരിഭാഷയും കൂടി എടുത്തു. ഇനി സുന്നത്ത് കിട്ടണം. അതിനെന്ത് ചെയ്യാ? സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള സിഹാഹു സിത്തയും മറ്റ് ലഭ്യമായ ഹദീസ് കിതാബുകളും ഉണ്ടോ എന്ന് പുറത്ത് വെക്കുക. അറബി അറിയാത്തവൻ അതിന്റെ പരിഭാഷയും കൂടി വെക്കും. വേണമെങ്കിൽ 2 ഡിക്ഷണറി നിന്നോട്ടെ. ഇനി എന്താ വേണ്ടത്? വിശ്വാസപരമോ കർമ്മപരമോ ആചാരപരമോ ആയ എന്ത് വിഷയം വന്നാലും ആദ്യം തന്നെ എന്ത് ചെയ്യാ? മുസ്ഹഫ് എടുത്തിട്ട് തുപ്പലിട്ട് മറിക്കുക. ഓരോ പേജും എന്താ അതിൽ കാണുന്നുണ്ടോ? ഖുർആനിൽ തെളിവുണ്ടോ? ഖുർആനിൽ തെളിവുണ്ട്. ഞാനിപ്പോ അത് മതി, ഹദീസിന്റെ ആവശ്യമില്ല. ഖുർആനിൽ എന്തിനാ ഹദീസ്? അത് കൂട്ടി ഖുർആൻ ഒക്കെ മറിച്ചിട്ട് അയാൾ തെളിവ് കാണുന്നില്ലെങ്കിലോ പിന്നെ ഹദീസിന്റെ കിതാബ് ഓരോന്നിങ്ങനെ മറിച്ചു വെക്കും. അതിൽ തെളിവ് കണ്ടാ സ്വീകരിക്കാം. ഇതില് രണ്ടിലും അയാൾ നോക്കിയിട്ട് അയാൾക്ക് തെളിവ് കാണുന്നില്ല, എന്നാ തള്ളിക്കളയ. ഇതാണ് ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുക എന്നതിന്റെ പ്രായോഗിക രൂപമായി ബിദ്അഈ കക്ഷികളൊക്കെ പറയുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ത് പറയുന്നു? ഖുർആനും സുന്നത്തും അനുസരിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതിന് സ്വീകരിക്കേണ്ട രീതി ഈ പറഞ്ഞ റൂട്ടല്ല. ഓരോരുത്തരും ഭാഷ അറിയുന്നവരും അറിയാത്തവരും ഈ കിതാബ് ഓതിപ്പടിച്ച വലിയ ഉസ്താദുമാരടക്കം ആരും നേർക്ക് നേരെ പരിശുദ്ധ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകളെ നിർദ്ധാരണം ചെയ്തെടുക്കാൻ ഓരോരുത്തരും സ്വയഷ്ടപ്രകാരം അതിലേക്ക് നോക്കണം എന്ന് സുന്നികൾ പറയുന്നില്ലെന്ന് മാത്രമല്ല അത് പാടില്ലെന്നും, മറിച്ച് ഈ ഖുർആനും സുന്നത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രായോഗിക ജീവിതത്തിലൂടെ ആരെ മുമ്പിലാണോ വ്യാഖ്യാനിച്ച് വിശദീകരിച്ചു കൊടുത്തത് ആ സ്വഹാബത്തിന്റെ വ്യാഖ്യാനങ്ങൾക്കും വിശദീകരണങ്ങൾക്കും വിധേയമായി വേണം ഈ ഖുർആനിനെയും സുന്നത്തിനെയും അർത്ഥം മനസ്സിലാക്കാൻ. ഇതാണ് സുന്നികൾ പറയുന്ന വാദം. ആരും നേർക്ക് നേരോ നോക്കാൻ പാടില്ല. സ്വഹാബത്തിനെ അവലംബിച്ച് വേണം ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ. ഖുർആനിൽ ഒരു ആയത്ത് വന്നാൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തും ആ സ്വഹാബത്തിൽ നിന്ന് മതം പഠിച്ച താബീങ്ങളും ഒക്കെ എന്താണ് അതിന് പറഞ്ഞ സാരം അതുകൂടി പരിശോധിച്ചല്ലാതെ നേർക്ക് നേരെ ഓരോരുത്തരും ഖുർആനിലേക്ക് പോയാൽ ഖുർആൻ കൊണ്ട് അനേകം ആളുകൾ പിഴച്ചു പോകുമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പിഴവ് സംഭവിക്കും. നമ്മളെ റൂട്ട് ഇതാണ്. ഇതിനുള്ള ബുദ്ധിപരമായ ഒന്നാമത്തെ തെളിവ് എല്ലാവർക്കും ബോധ്യാകുന്ന ഒരു തെളിവാ. അതെന്താ? ഇവർ ഈ മേശപ്പുറത്ത് വെച്ച മുസ്ഹഫ് ഉണ്ടല്ലോ, ഈ ഹദീസ് കിതാബുകൾ ഉണ്ടല്ലോ, ഇതൊന്നും അള്ളാന്റെ റസൂലിന്റെ ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതി ക്രോഡീകരിച്ചുണ്ടാക്കിയതാ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഖുർആൻ അവതരിപ്പിച്ചത് 23 കൊല്ലം കൊണ്ടാണ്. ഓരോ ആയത്തും സൂറത്തും ഇറങ്ങുമ്പോൾ ഇത് ഏത് സൂറത്തുപ്പെട്ട ആയത്താണ്, എത്ര നമ്പർ ആയത്താണ് എന്നൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കും. നബി തങ്ങൾ അതനുസരിച്ച് വഹി എഴുതുന്ന സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കും. അവര് മുഴുവനും എഴുതി വെച്ചിട്ടുണ്ട്. എല്ലിലാണ് ചിലത് കല്ലിന്റെ മേലെയാണ്, തോലിന്റെ മേലെയാണ്. പലയിടത്ത് അന്ന് കടലാസൊന്നും കണ്ടുപിടിച്ച കാലല്ല. എന്നാൽ ഫാത്തിഹ മുതൽ റബ്ബിന്നാസ് വരെ ഒരു മുസ്ഹഫിൽ 2 ചട്ടയുടെ ഉള്ളിലായി ക്രോഡീകരിച്ച ഒറ്റ മുസ്ഹഫിന്റെ കോപ്പി സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ, നബിതങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ല. റസൂലുള്ള വഫാത്താകുമ്പോ ഇന്ന് നമ്മളെ കയ്യിലുള്ള മാതിരിയുള്ള മുസ്ഹഫ് ഒറ്റൊന്നുമില്ല. ഈ ഖുർആൻ മുഴുവൻ ഉള്ളത് എവിടെയാണ്? ഈ സ്വഹാബത്തിന്റെ മനസ്സിലാണ്. ഓലെ വിശ്വസിച്ചാണ് അവരുടെ റസൂലും അവരെ. ഇനി ആ ഖുർആന്റെ വിശദീകരണം റസൂലുള്ളാഹി തങ്ങളെ സുന്നത്തല്ലേ, ജീവിതല്ലേ? ആ സുന്നത്ത് ക്രോഡീകരിച്ച പുസ്തകങ്ങളാണ്, കിതാബുകളാണ് ഹദീസ് കിതാബുകൾ. ഓരോ കിതാബും നബി തങ്ങൾ വഫാത്താകുമ്പോൾ ഈ ഭൂമിയിലില്ല. ഈ ഹദീസൊക്കെ ആരെ മനസ്സിലാണുള്ളത്? ഈ സ്വഹാബത്തിന്റെ മനസ്സിലാണുള്ളത്. അപ്പോൾ തറക്തു ഫീക്കും അംറൈൻ, നിങ്ങളിൽ ഞാനിതാ 2 കാര്യം വിട്ടുപോകുന്നു എന്ന് അള്ളാന്റെ ഹബീബ് പറയുമ്പോൾ
പറയുമ്പോൾ ആരാണ് അവിടെ സംബോധിതരായ നിങ്ങൾ? അത് ഞാനും നിങ്ങളുമാണോ? അല്ല, അത് ഈ മഹാന്മാരായ സ്വഹാബത്താണ്. അവരിലാണ് ഈ ഖുർആൻ, അവരെ ഹൃദയത്തിലാണ്. റസൂലുള്ളാഹിന്റെ ജീവിതം കണ്ടത് അവരാണ്, അവരെ ഹൃദയത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് ആ സ്വഹാബത്തിനെ വിശ്വസിച്ച് ഏൽപ്പിച്ചു പോയതിനാൽ ആ സ്വഹാബത്ത് എന്താണോ ഖുർആനിന്റെ ആശയമെന്നും ഹദീസിന്റെ ആശയമെന്നും പഠിപ്പിച്ചത് പരിശോധിക്കാതെ നേർക്ക് നേരെ ഖുർആനും സുന്നത്തും നോക്കിയാൽ മനുഷ്യൻ പഴച്ചു പോകും. ഇതുകൊണ്ടാണ് സ്വഹാബത്തിനെ പിന്തുടരുന്നവരാണ് സുന്നികളെന്ന് പറയുന്നത്. ഇത് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചതാണ്, നബി കൽപ്പിച്ചതാണ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നു, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതാ. സ്വഹാബ, നിങ്ങളെ ഞാൻ ഒരു മാതൃകാ സമൂഹമാക്കി വാർത്തെടുത്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന പരിശീലകനിലൂടെ നിങ്ങളെ ഞാൻ നല്ലൊരു മാതൃകാ സമൂഹമാക്കി വാർത്തെടുത്തു. എന്തിനു വേണ്ടിയാണ്? ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന സർവ്വജനങ്ങൾക്കും ഈ ദീനിന്റെ സത്യസാക്ഷികൾ നിങ്ങളായി തീരാൻ വേണ്ടി. നിങ്ങളാ ദീനിന്റെ സത്യസാക്ഷികൾ. നിങ്ങളെ കണ്ടാണ് ഇസ്ലാമിനെ പഠിക്കാൻ. ഖുർആൻ മനസ്സിലാക്കേണ്ടത്, ഹദീസ് ഉൾക്കൊള്ളേണ്ടത് നിങ്ങളെ കണ്ടിട്ടാണ്. വയകൂനർ റസൂലു അലൈക്കും ഷഹീദാ. നിങ്ങൾക്ക് ഇതിനുള്ള സാക്ഷി അല്ലാഹുവിന്റെ റസൂലുമാണ്. അപ്പോൾ ആ സ്വഹാബത്താണ് നമുക്ക് ദീനിന്റെ സത്യസാക്ഷി എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും വേണ്ട എന്നല്ല. ഖുർആനും സുന്നത്തും മനസ്സിലാക്കേണ്ടത് ഈ സ്വഹാബത്തിന്റെ ജീവിതം പരിശോധിച്ചിട്ടാണ്. ഇതാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞതെങ്കിൽ സൂറത്തു തൗബയുടെ 100-ാമത്തെ ആയത്തിൽ പിന്നെയും അല്ലാഹു പറയുന്നു, അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. ആദ്യകാലത്തെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുഹാജിറുകളും അൻസാറുകളുമാകുന്ന സ്വഹാബത്ത്. എത്ര സ്പഷ്ടമായിട്ടാണ് അല്ലാഹു പറയുന്നത്. വല്ലദീന തബഊഹും, ആ സ്വഹാബാക്കളെ പിന്തുടർന്ന് ജീവിക്കുന്നവരും റളിയല്ലാഹു അൻഹും വറളു അൻഹു, അവർ അല്ലാഹുവിനെ അങ്ങോട്ടും തിരിച്ച് അല്ലാഹ് ഇങ്ങോട്ടും പരസ്പരം പൊരുത്തപ്പെട്ടവരാണ്. വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ. എല്ലാ സജ്ജീകരണങ്ങളുമുള്ള സ്വർഗം അവർക്ക് വേണ്ടി അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. കൃത്യമായി അല്ലാഹു പറഞ്ഞത്. ആ സ്വഹാബത്തിനെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. സ്വഹാബത്തിനെ പിന്തുടരുന്നവർക്ക് സ്വർഗം ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അല്ലാഹ്. ഇതിന്റെ അർത്ഥം ഖുർആനും സുന്നത്തും വേണ്ടാണ്? അല്ല, ഖുർആനും സുന്നത്തും മനസ്സിലാക്കേണ്ടത് സ്വഹാബത്തിലൂടെയാണ്. ഇതാണ് നേരത്തെ ഇവിടെ ഉസ്താദ് ഓതിയ ഹദീസ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മൻ യഇശ് മിൻകും ബഅദി വസയറ ഇഖ്തിലാഫൻ കസീറ. പിൽക്കാലത്ത് നിങ്ങൾ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ സമുദായത്തിൽ കാണും. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്താ? ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീനൽ മഹ്ദിയീൻ വഅള്ളു അലൈഹാ ബിന്നവാജിദ്. എന്റെയും എന്റെ സച്ചരിതരായ ഖുലഫാഉർ റാഷിദീങ്ങളുടെയും മാർഗം നിങ്ങൾ മുറുകെ പിടിക്കണം. അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം. ആ സ്വഹാബത്തിനെ പിടിക്കണമെന്ന് ഇവിടെ പറയാൻ എന്താ കാരണം? ആരത് പറയുന്നത്? നേരത്തെ പറഞ്ഞ ആള് തന്നെയാണ്. ഞാൻ ഖുർആനും സുന്നത്തും നിങ്ങളിൽ വിട്ടുപോകുന്നു എന്ന് പറഞ്ഞ അതേ ഹബീബ പറയുന്നത്. അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വഹാബത്തിനെ മുറുകെ പിടിക്കണം. കാരണം ആ സ്വഹാബത്താണ് ഖുർആൻ യഥാവിധി മനസ്സിലാക്കിയത്. ഹദീസിന്റെ ഓരോ സന്ദർഭത്തിനും സാക്ഷികൾ അവരാണ്. അതുകൊണ്ട് അവര് പറയുന്ന വിശദീകരണം പഠിച്ചു വേണം ഖുർആനിനും സുന്നത്തിനും അർത്ഥം പറയാൻ. ഇത് സുന്നി പറയുമ്പോ അല്ലാത്ത മുഴുവൻ വിദഈ കക്ഷികളും സ്വഹാബത്തിനെ നോക്കേണ്ടതില്ല. അതിന്റെ ഒക്കെ ധാരാളം തെളിവുകളുണ്ട്. ഞാൻ എന്റെ ഓർമ്മയിലുള്ള ഒന്ന് രണ്ടെണ്ണം പറയും. എന്റെ നാട്ടുകാരനാണ് MT മൗലവി. ഒക്കെ പരിചയം ഉണ്ടാവും. മുജാഹിദിന്റെ വലിയ ടോപ്പ് നേതാവായി. അയാൾ എഴുതിയ ജുമാ ഖുത്ബ ശാഫിഈ മദ്ഹബിൽ എന്ന ഒരു കിതാബുണ്ട്, ഒരു പുസ്തകം. അതിന്റെ 84-ാമത്തെ പേജിൽ അയാൾ എഴുതി വെച്ചത് കാണാം.
മഹാന്മാരായ സ്വഹാബത്ത് അവര് അറബി ഭാഷയെ മാത്രമാണ് ഖുതുബ ഓതിയത്. എന്നാൽ അങ്ങനെ ഓതി എന്നത് എല്ലാ ചരിത്രകാരന്മാരും ഉറപ്പ് പറഞ്ഞാണെങ്കിൽ അയാൾ പറഞ്ഞു അതിന് വ്യക്തമായ തെളിവില്ല. ആദ്യം എന്നിട്ട് അയാൾ പറഞ്ഞു ഈ തെളിഞ്ഞാൽ തന്നെ കേരളത്തിലെ മുസ്ലിയാക്കൾ ചെയ്തത് ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്ത് ചെയ്തതും ദീനിൽ തെളിവല്ല. പച്ച മലയാളത്തിലേക്ക് കേരളത്തിലെ മുസ്ലിയാക്കൾ ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്തും ദീനിൽ തെളിവല്ല. ഇവർക്ക് പിന്നെ ഖുർആൻ സുന്നത്ത് എന്ന് പറയാൻ അവകാശം. ഈ സ്വഹാബത്ത് ഓതി തന്നതും എഴുതി തന്നതായ ഖുർആൻ അല്ലാത്ത വേറെ ഏത് ഖുർആൻ നമ്മളെ അടുത്തുള്ളത്? ഈ സ്വഹാബത്ത് പറയാത്ത ഏത് ഹദീസാ നമ്മളെ അടുത്തുള്ളത്? ഏതൊരു ഹദീസും നേരെ ചെല്ലുന്നത് സ്വഹാബിയിലേക്കല്ലേ? ആ സ്വഹാബത്തിനെ വിശ്വാസത്തിലെടുക്കാതെ അവര് കള്ളം പറയുന്നവരാണ് എന്ന് തെറ്റുദ്ധരിച്ചാൽ സഹോദരന്മാരെ പ്രമാണം പിന്നെ നമുക്ക് വേറല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇവരെ വാദാണ്. അതേപോലെ തന്നെ അവരെ ഏറ്റവും പുതിയ പുസ്തകങ്ങളിൽ ഒന്നായ ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനം എന്ന പേരുള്ള പുസ്തകത്തിൽ MI സുല്ലമി അദ്ദേഹം അതിൽ എഴുതി വെച്ചു. എന്താണ് എഴുതിയത്? സ്വഹാബത്തിനെ സംബന്ധിച്ചുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വീക്ഷണം, അവരെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കാറുണ്ടെങ്കിലും അതൊന്നും ദീനിൽ തെളിവായി നമ്മൾ സ്വീകരിക്കാറില്ല. എന്നിട്ട് അയാൾ പറയാ ഗൾഫ് സലഫികൾ ഈ വിഷയത്തിൽ നമ്മളോടൊപ്പമല്ല. അവരെന്ത് ചെയ്യും? സ്വഹാബത്തിന്റെ കൂടി നിഗമനങ്ങളെ അഭിപ്രായങ്ങളെ സ്വീകരിക്കും. അതുകൊണ്ടാണ് ഹറമിൽ ഇപ്പോഴും ചെന്നാൽ ജുമഅക്ക് 2 ബാങ്ക് കൊടുക്കുന്നത്. നമ്മളെ കേരളത്തിലെ പള്ളികളിൽ നമ്മൾ 1 ബാങ്ക് മാത്രം കൊടുക്കുന്നത് സ്വഹാബത്തിന് അംഗീകരിക്കാത്തത് കൊണ്ടാണ്. ഹറമില് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നടപ്പാക്കിയ 20 റക്അത്ത് തറാവീഹ് ഇപ്പോഴും നിർവഹിച്ചു വരുന്നത് അവര് സ്വഹാബത്തിന് അംഗീകരിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ അത് സ്വീകരിക്കാത്തത് സ്വഹാബത്തിന് അംഗീകരിക്കാത്തത് കൊണ്ടാണ്. അയാൾ കൃത്യമായി എഴുതുകയാണ്. ഗൾഫിലെ സലഫികൾ നമ്മളെ മാതിരിയല്ല. അവർ സ്വഹാബത്തിന് അംഗീകരിക്കും, നമ്മളത് അംഗീകരിക്കൂല. ഇതാണ് അവരെ 1952 അവരെ മുഖപത്രമായ അൽമനാറിൽ വളരെ കൃത്യമായി എഴുതി വെച്ചു പി മുഹമ്മദ് കുട്ടശ്ശേരി. എന്താണ് അയാൾ എഴുതിയത്? മഹാന്മാരായ സ്വഹാബത്തിന്റെ നേതാക്കന്മാരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഖലീഫമാരെ കാലഘട്ടത്തിൽ മദീനത്തെ പള്ളിയിൽ ഒരുക്കി കൊടുത്ത വേദിയിലൂടെയാണ് ഇസ്രായേലി കള്ളക്കഥകൾ ഇസ്ലാമിലേക്ക് കടന്നുകൂടിയത്. ആ ഇസ്രായേലി കള്ളക്കഥ പ്രചരിപ്പിച്ച സ്വഹാബി തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ആണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗ്ഗത്തിലാണെന്ന് സൂചന നൽകി സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസ് കാണാം മഹാനെപ്പറ്റി. ആ മഹാനാണത്ര ഈ കള്ളക്കഥ കൂടുതൽ ഉദ്ധരിച്ചത്. എന്നാൽ ആ കൂട്ടത്തിൽ കഅബ് മുനബ്ബഹ് എന്ന് പറയുന്ന താബിഈങ്ങളിൽപ്പെട്ട പണ്ഡിതൻ, അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കള്ളക്കഥ പ്രചരിപ്പിച്ചതെന്നും അദ്ദേഹത്തിൽ നിന്ന് ആ കള്ളക്കഥ ഇസ്ലാമിലേക്ക് കൂടുതൽ ഉദ്ധരിച്ചത് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും മുഹദ്ദിസുകളിൽ 1-ാം സ്ഥാനം അർഹിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് എന്ന് വരുമ്പോൾ ഇസ്രായേലി പുരാണ ഇതിഹാസങ്ങൾ ഇസ്ലാമിൽ എത്രമാത്രം പ്രചരിച്ചിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് അയാൾ അതിൽ എഴുതി വെച്ചത്. എന്നിട്ട് ഇപ്പൊ 50 കൊല്ലം കഴിഞ്ഞ് 60 കൊല്ലത്തോളായപ്പോ ഇപ്പൊ മാപ്പ് പറയാ അതൊരു തെറ്റായി പോയി. അത് വിശ്വസിച്ച് മരിച്ചുപോയ ആളുകളുടെ സ്ഥിതി എന്താണ്? മലയാളത്തിൽ എഴുതി വെച്ചത് ആ സ്വഹാബത്തിനെ സംബന്ധിച്ച് ഇസ്രായേലി കള്ളക്കഥ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയവരാണ്. ഇങ്ങനെ സ്വഹാബത്തിനെ കുറിച്ച് ധാരണ ഉള്ളവരാണെങ്കിൽ ഈ സ്വഹാബത്ത് എഴുതി തന്ന ഖുർആൻ, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലല്ലേ മുസ്തഫ എഴുതി തന്നത്? ഖുർആൻ എഴുതി ഈ സ്വഹാബത്തല്ലേ നബി തങ്ങളെ ഹദീസ് പഠിപ്പിച്ചു. അവരെ കുറിച്ച് ഈ തരത്തിൽ വിശ്വസിക്കുന്നവർക്ക് എന്ത് ഖുർആനും സുന്നത്തും അത് പറയാൻ അവകാശമുണ്ടോ നമ്മൾ ആലോചിക്കും. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ അതുകൊണ്ടാ പറഞ്ഞത് ഈ ഉമ്മത്തിൽ വിഭാഗീയത വരുമ്പോൾ എന്റെ സ്വഹാബത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. ആ സ്വഹാബത്തിന്റെ മാർഗം അവലംബിച്ചുകൊണ്ടാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മങ്ങളൊക്കെ അഹ്ലുസുന്നയുടെ അഇമ്മത്ത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. സുന്നത്തി ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും ഖുർആനിന്റെ ആശയങ്ങൾ ജീവിതത്തിലൂടെ കാണിച്ചു തന്നതിനെ അനുകരിക്കലാണ്. അതാണ് സുന്നത്തി ജമാഅത്ത്.
നമ്മളെ ഏത് കാര്യത്തിനും നബിയും സ്വഹാബത്തും നമുക്ക് രേഖയാ. ഇന്ന് തർക്കത്തിലിരിക്കുന്ന ചെറിയൊരു കാര്യം ഞാൻ ഉദാഹരണമായി പറയാം. അതെന്താണ്? അത് നമ്മൾ മഹാന്മാരെ ആദരിക്കുക, മഹാന്മാരോടുള്ള ആദരവ് കാണിക്കുക. ആ ആദരവ് അള്ളാഹുവും റസൂലും നമ്മളോട് കൽപ്പിച്ചതാണെന്നും അങ്ങനെ അള്ളാഹു ആദരിച്ചവരെ ആദരിച്ചാൽ അതിൻ്റെതായ നന്മ നമുക്ക് കിട്ടുമെന്നും അഹ്ലുസുന്ന വൽ ജമാഅ വിശ്വസിക്കുന്നു. ആദരിക്കേണ്ടവരെ നിന്ദിച്ചാൽ അതിന്റെ ദുരന്തം നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്ന് അഹ്ലുസുന്ന വിശ്വസിക്കുന്നു. ഇതല്ലേ ഇബ്ലീസിന്റെ ചരിത്രത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അറിവ് കുറഞ്ഞ ആളല്ല, മലക്കുകളുടെ ഗുരുവാണ്. ഇബാദത്ത് കുറഞ്ഞ ആളല്ല. ആകാശഭൂമികളിൽ ഇബ്ലീസ് സുജൂദ് ചെയ്യാത്ത സ്ഥലമില്ലെന്ന് പറയപ്പെടുന്നു. അത്ര ആബിദും ആലിമുമായ ഇബ്ലീസിനെ പറ്റി അള്ളാഹ് പറഞ്ഞതെന്താ? അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഇബ്ലീസ് അവിശ്വാസി ിൽ അകപ്പെട്ടുപോയി. എന്ത് തെറ്റാണ് ഇബ്ലീസ് ചെയ്തത്? ഫറോവ പറഞ്ഞിട്ടുണ്ട്, അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് ഏറ്റവും വലിയ പടച്ചോൻ. പക്ഷേ ഇബ്ലീസിന് ഞാനൊരു കുട്ടിപ്പടച്ചവനാണെന്ന വാദം പോലും ഇല്ല. അള്ളാന്റെ കൂടെ വേറെയും ധാരാളം ദൈവങ്ങളുണ്ടെന്ന് അബൂജഹൽ ലഅനത്തുല്ലാഹി അടക്കമുള്ളവർ വാദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വാദവും ഇബ്ലീസ് ഉന്നയിച്ചിട്ടില്ല. അള്ളാഹു തീരെ ഇല്ല എന്ന നിരീശ്വരവാദികളുടെ വാദവും ഇബ്ലീസ് ഉണ്ടായിട്ടില്ല. അള്ളാന്റെ കാര്യത്തിൽ തർക്കമില്ല. എന്നിട്ടും എന്താ പറഞ്ഞത്? അല്ലാഹു വകാന മിനൽ കാഫിരീൻ, ഓൻ ഈമാനില്ലാത്തവനാണ്. നമ്മൾ ആലോചിക്കണം. ഇനി സ്വർഗവും നരകവും അതൊക്കെ ഉണ്ടോന്ന് നമുക്ക് അങ്ങനെ ചിലപ്പോ സംശയം തോന്നിയേക്കാം. ഇബ്ലീസിന് അതിന് അവസരമില്ല, കാരണം നേരിട്ട് കണ്ടാളാ. നമ്മൾ മലക്കുകളിൽ വിശ്വസിക്കുന്നത് കാണാതെയാണ്, ഇബ്ലീസ് കണ്ടാളാണ്. അപ്പൊ ഇബ്ലീസിന് ഈ വിശ്വാസത്തിൽ ഒന്നും ഒരു ലെവലേഷൻ തർക്കത്തിന് അവസരമില്ല. പക്ഷേ ഇബ്ലീസ് പിഴച്ചു പോകാൻ കാരണം എന്തായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു ധാരാളം അറിവ് കൊടുത്തു. ആ അറിവ് ഇബ്ലീസിനേക്കാൾ കൂടുതലുള്ള അറിവായി. അപ്പോൾ ഇബ്ലീസ് അടക്കമുള്ള അവരെ ശിഷ്യന്മാരായി കഴിയുന്ന അയാളുടെ ശിഷ്യന്മാരായി കഴിയുന്ന മലക്കുകളോടടക്കം സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഇബ്ലീസ് അതിന് തയ്യാറായില്ല. മലക്കുകൾ മുഴുവനും ചെയ്തു. അല്ലാഹ് ആദരിക്കാൻ പറഞ്ഞതിനെ നിന്ദിച്ചതാണ് ഇബ്ലീസിന്റെ ഈമാൻ ചോർന്നു പോകാൻ കാരണമെങ്കിൽ ഇതിൽ നിന്നാണ് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടത്. ഇബ്ലീസിനെ അന്ന് ആട്ടപ്പെട്ടു, അല്ലാഹു ശപിച്ചു. ആദം നബി അലൈഹി സ്വലാമിനെ പിന്നീട് വഞ്ചിച്ച് അത് കാരണമായി ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടപ്പോൾ ആദം നബിന്റെ പിന്നാലെ ഭൂമിയിലേക്ക് ഇബ്ലീസിനെ മറക്കപ്പെട്ടു. അന്ന് അള്ളാഹുവിനോട് അയാൾ സമ്മതം വാങ്ങി വന്നത് ഞാൻ ശപിക്കപ്പെട്ടവനാകാനുള്ള കാരണക്കാരൻ ആദമാണ്. അതുകൊണ്ട് ആദമിന്റെ സന്താന പരമ്പരയെ വഴിപഴപ്പിക്കാൻ ഖിയാമത്ത് നാൾ വരെ എനിക്ക് അവസരം തരണം. അള്ളാഹു അവസരം കൊടുത്തു. പക്ഷേ അള്ളാഹ് പറഞ്ഞു, എന്റെ മുഖലിസീങ്ങളായ അടിമകളെ നിനക്ക് കിട്ടൂല. കുറെ ആളുകൾ നിന്നെ പിന്തുടരും, അവരെയും നിന്നെയും കൊണ്ട് നിറക്കാനുള്ളതാണ് ആ പടച്ചു വെച്ച നരകം എന്ന് കാണിച്ചു കൊടുത്തിട്ടാണ് ഇബ്ലീസിനെ ഇറങ്ങിയത്. അന്ന് മുതൽ ഇബ്ലീസ് ദുനിയാവിൽ വന്നിട്ട് ഓന്റെ തൗഹീദിലേക്ക് ആളെ ക്ഷണിക്കാൻ. എന്താ ഇബ്ലീസിന്റെ തൗഹീദ്? അള്ളാഹ് ബഹുമാനിച്ചതിനൊന്നും ബഹുമാനിക്കാൻ പാടില്ല. അതന്നെ ഇബ്ലീസിന്റെ തൗഹീദ്. ബിദ്അത്തുകാരുടെ ഏത് വിശ്വാസം നമ്മൾ എടുത്തു നോക്കിയാലും അതെവിടെയാണ് എത്തിച്ചേരുക? അള്ളാഹ് ബഹുമാനിച്ചതിനെ നിന്ദിക്കണം എന്ന ആശയത്തിലാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഏത് വിശ്വാസം എടുത്തു നോക്കിയാലും അള്ളാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം എന്ന ആദർശത്തിലാണ്. ഒന്ന് മലക്കുകളുടെ ധാര, മറ്റൊന്ന് പിശാചിന്റെ റൂട്ട്. ഇത് രണ്ടും വ്യതിരിക്തമാകുന്നതാണ് നമ്മളെ വിശ്വാസം. നിങ്ങൾ നോക്കൂ, ഒന്നാമതായി നമ്മൾ മഹാന്മാരെ ആദരിക്കുന്നതിന്റെ ഭാഗമായി അവരെ അനുസ്മരിക്കുന്നു. ആ അനുസ്മരണമാണ് ചിലപ്പോ ബദർ ദിനം വരുമ്പം ബദരീങ്ങൾ അനുസ്മരിക്കും. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ ആണ്ട് വരുമ്പം ശൈഖ് അവറുകൾ അനുസ്മരിക്കും. അള്ളാന്റെ ഹബീബിനെ എപ്പോഴും നമ്മൾ അനുസ്മരിക്കും. പ്രത്യേകിച്ച് അവിടുത്തെ ജന്മദിനം നടന്ന മാസം വരുമ്പം പ്രത്യേകിച്ച് നമ്മൾ അനുസ്മരിക്കും. ഇങ്ങനെയുള്ള എല്ലാ അനുസ്മരണങ്ങളും
പുത്തനാശയക്കാരുടെ വിശ്വാസം അനുസരിച്ച് എന്താ? അതൊക്കെ ബിദ്അത്താണ്, പാടില്ലാത്തതാണ്, ശിർക്കാണ്, കുഫ്റാണ്. ഇതാര് പഠിപ്പിച്ചതാ? അത് പിശാച് പഠിപ്പിച്ചതാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാനം ഇതല്ല, മഹാന്മാരെ അനുസ്മരിക്കണം എന്നതാണ്. ഈ ആശയം ഓരോ മുസ്ലിമിന്റെയും മനസ്സിൽ അരക്കി തുറപ്പിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ്. ആ ഹജ്ജിനെ അല്ലാഹു എന്തിനാ നമുക്ക് പഠിപ്പിച്ചു തന്നത്? അത് മഹാന്മാരുടെ സ്മരണ എന്നും നിലനിർത്തണമെന്ന് പ്രായോഗിക ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കാനല്ലേ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, അല്ലാഹ് നമ്മളെ വിളിക്കുകയാണ്, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. ശാരീരിക സാമ്പത്തിക യാത്രാ ശേഷിയുള്ളവരെല്ലാം അല്ലാഹുവിന് വേണ്ടി പരിശുദ്ധ മക്കയിൽ വന്ന് ഹജ്ജ് നിർവഹിക്കണം. അല്ലാഹ്ക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കണം എന്ന് പറഞ്ഞ് നമ്മളെ വിളിപ്പിച്ചിട്ട് അവിടുന്ന് നമ്മളോട് ചെയ്യിപ്പിക്കുന്ന പണിയൊന്നും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു. ഒന്നാമത്തെ പരിപാടി എന്താ? കാബത്തിന്റെ ചെന്നാൽ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹ്ക്കുള്ള ഹജ്ജാണ്. ആദ്യം തന്നെ നമ്മൾ കാബം എന്ന് പറഞ്ഞ ഒരു ബിൽഡിംഗ് കരിങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയ, കാഴ്ചക്ക് ഭൗതികമായ അത്ര സൗന്ദര്യമൊന്നുമില്ല. കാബന്റെ സൗന്ദര്യം ആത്മീയ സൗന്ദര്യം. നമ്മളെ നാട്ടിൽ ഒരു പള്ളിന്റെ ഉഷാറൊന്നും കണ്ടാൽ തോന്നൂല. ഏകദേശം ഒരു സമചതുരത്തിലുള്ള ഒരു ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിന്റെ അടുത്ത് എന്നാൽ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ പ്രവർത്തനം അതിനെ 7 തവണ ഇങ്ങനെ പ്രദക്ഷിണം വലയം വെക്കുകയാണ്. അത് സ്രഷ്ടാവല്ല, പടച്ച റബ്ബല്ല, അതൊരു സൃഷ്ടിയാണ്. സൃഷ്ടികളെ കൂട്ടത്തിൽപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇസ്മായിൽ നബിയും പണിത ഒരു ഗേഹമാണ് കഅബം. ആ കഅബം എന്ന ബിൽഡിങ്ങിനെ നമ്മൾ ഇങ്ങനെ ബഹുമാന പുരസ്സരം അതിനെ വലയം വെക്കുകയല്ലേ ചെയ്യുന്നത്. ഇത് അള്ളാഹുവിന്റെ സൃഷ്ടി നമ്മൾ ആദരിക്കലല്ലേ, ബഹുമാനിക്കലല്ലേ. ഇത് മാത്രം പോരാ, ഓരോ തവാഫ് തുടങ്ങുമ്പോഴും അതിന്റെ മൂലയിൽ സ്ഥാപിച്ച ഒരു കറുത്ത കല്ലുണ്ട്. സാധിക്കുന്നവർ നെറ്റി വെച്ച് ആ കല്ലൊന്ന് ചുംബിക്കണം. അതിന് കഴിയാത്തവർ കൈകൊണ്ട് തൊട്ട് ആ കൈയൊന്ന് മുത്തിമണക്കണം. ഇതിന് സാധിക്കുന്നില്ലെങ്കിൽ കയ്യിലുള്ള മുണ്ടോ ടവ്വലോ എന്തെങ്കിലും ഒന്ന് അതിൽ തട്ടിച്ച് അതൊന്ന് മുത്തിമണക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ഇതിനും സാധിക്കാത്ത വിധത്തിലുള്ള തിക്കും തിരക്കുമുണ്ടെങ്കിൽ ഒരാളെയും ശല്യപ്പെടുത്താതെ ദൂരെ ചെന്ന് ആ കല്ലിന് നേരെ ഇങ്ങനെ കൈ ഉയർത്തി കാണിച്ച് ആ കൈതലം ചുംബിച്ചു സായുജ്യമടയണം. ഇത്ര കണ്ടു ഒരു കല്ലിനെ ആദരിച്ച് നമ്മൾ അതിനെ വണങ്ങുമ്പോൾ നമ്മൾ ഓർക്കുക, അതേപോലെയുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ നാട്ടിലും നമ്മൾ കാണുന്നുണ്ട്. ആരെത്തുന്ന കാണുന്നത്? ആ മുസ്ലിങ്ങളായ ആളുകൾ. നമ്മളൊരു ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ഒരു ആരാധനാലയത്തിന്റെ മതിൽകെട്ട് കണ്ടാൽ മതി, എന്നാ അവരിങ്ങനെ കയ്യൊന്നിച്ച് അത് ഇത്ര സ്ഥലത്ത് അങ്ങനെ തുടങ്ങണം അല്ലേ? അത് ശിർക്കിന്റെ ആരാധനയാണ്. ആർക്കും തർക്കണ്ടോ? ഇല്ല. കാരണം എന്താ? അവരെ വിശ്വാസം എന്താ? അവരാ കൈ ഉയർത്തി ആദരിച്ചത് അതിന്റെ ഉള്ളിൽ സ്ഥാപിച്ച ഒരു പ്രതിഷ്ഠ, മരം കൊണ്ടോ പഞ്ചലോഹം കൊണ്ടോ മണ്ണുകൊണ്ടോ കല്ലുകൊണ്ടോ നിർമ്മിച്ചൊരു സാധനം. അത് പ്രത്യേകമായ രൂപത്തിൽ നിർമ്മിച്ച് പ്രത്യേകക്കാരായ തന്ത്രിമാർ സവിശേഷകരമായ ജപങ്ങൾ ചൊല്ലി മുഹൂർത്തം പരിഗണിച്ച് അതിനെ പ്രതിഷ്ഠിച്ചപ്പോൾ അതിൽ ദൈവം വന്ന് അവതരിച്ചു എന്നാണ് അവരുടെ വിശ്വാസം. അപ്പൊ ദൈവമാണെന്ന വിശ്വാസത്തോടെ അതിന് നേരെ കൈ ഉയർത്തി ആദരിച്ചാൽ അത് ആരാധനയാണ്. അത് അല്ലാഹു അല്ലാത്തവർക്കായതുകൊണ്ട് അത് ശിർക്കാണ്, പാടില്ല എന്നാണ് നമ്മളെ വിശ്വാസം. ഇതാണ് ശിർക്ക്. അതേ സമയത്ത് കാബത്തിന്റെ മുമ്പിൽ കല്ലിനെങ്ങനെ കൈവത്ത് നമ്മൾ ആദരിക്കുന്നതോ ആ കല്ലും ഈ കല്ലും വേറെയാണ്. കാബത്തിലുള്ള കല്ലിനെ സംബന്ധിച്ച് അത് അവതാരമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മളെ വിശ്വാസം എന്താണ്? അബുൽ ബശർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്ന കല്ലാണത്. ആദം നബി മുതൽ മുത്ത് നബി വരേക്കുമുള്ള അനേകം അമ്പിയാക്കളുടെ ചുംബനമേറ്റ കല്ലാണത്. അനേകായിരം ഔലിയാക്കന്മാർ സ്പർശനം കൊണ്ട് ബറക്കത്താക്കപ്പെട്ട കല്ലാണത്. ആ കല്ലിനെ ചുംബിക്കുന്നവർക്ക് പരലോകത്ത് അത് ശുപാർശകനാകുമെന്ന് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആ ബറക്കത്ത് ലക്ഷ്യം വെച്ച് ജനകോടികൾ ആ കല്ലിന്റെ ചാരത്തതാ തിക്കും തിരക്കും കൂട്ടുമ്പോൾ നമ്മൾ ഓർക്കുക, അള്ളാഹ് ബഹുമാനിച്ചത് ഒരു മനുഷ്യനാകണമെന്നില്ല. ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അതിനെ ആദരിച്ചോളണം, കല്ലാണെങ്കിൽ അതിനെ ബഹുമാനിച്ചോളണം.
ഇത് കഴിഞ്ഞാൽ തവാഫിന്റെ 2 റക്അത്ത് സുന്നത്താ നിസ്കരിക്കേണ്ടത്. ആ നിസ്കാരത്തെ സംബന്ധിച്ച് അല്ലാഹ് പറയുന്നുണ്ട്, പരിശുദ്ധ കഅബ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുള്ള കേന്ദ്രമാണ്. ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം. അനേകം ദൃഷ്ടാന്തങ്ങൾ അവിടെ ഉണ്ട്. അതിലൊന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദം പതിഞ്ഞ വേറൊരു കല്ല്. ഹജറുൽ അസ്വദ് അല്ലാത്തൊരു കല്ലുണ്ട് കഅബത്തിന്റെ. അതാണ് മഖാമു ഇബ്രാഹിം. കഅബത്തിന്റെ കിഴക്ക് ഭാഗത്ത് വാതിലുള്ള ഭാഗത്ത് വെടിയേൽക്കാത്ത ഒരു വലിയ ചില്ലിന്റെ ഉള്ളിൽ സൂക്ഷിച്ചത് കാണലില്ലേ നിങ്ങൾ? ശ്രദ്ധിച്ചു നോക്കിയാൽ ഇപ്പോഴും ആ പ്രവാചകന്റെ കാലടിപ്പാട് നമുക്ക് അവിടെ കാണാൻ കഴിയും. എല്ലാവർക്കും അത് കാണാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ കല്ലിനെ പറ്റിയാണ് ഖുർആൻ പറയുന്നത്, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാ. നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ഇബ്രാഹിം മഖാമിന്റെ ചാരത്ത് നിന്ന് നിസ്കരിക്കാൻ പരിശ്രമിക്കുക. നോക്കണം, നിങ്ങൾ നിസ്കാരം അല്ലാഹുള്ള ഇബാദത്തല്ലേ. ആ ഇബാദത്ത് ചെയ്യുമ്പോൾ ഒരു മഹാന്റെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ഒരു തിരുശേഷിപ്പ് അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ അടുത്ത് ചെന്നുകൊണ്ട് നമ്മൾ അല്ലാഹുവിന് വേണ്ടി ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ എന്താ അവിടെ വരാൻ പോകുന്നത്? നമ്മൾ ആ ഇബ്രാഹിം നബിയെ പൂജിക്കലാണോ ആരാധിക്കലാണോ? അല്ല, ഇബ്രാഹിം നബിയെ ആദരിക്കുകയാണ്. അത് ആദരിക്കുന്നത് കാരണത്താൽ ആ കല്ലിൽ ഇല്ലാത്ത സ്ഥലത്ത് പോയി 2 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ നമുക്ക് പുണ്യം അല്ലാഹ് തരുന്നു, ബറക്കത്ത് തരുന്നു. അതെ, മഖാമു ഇബ്രാഹിമിന്റെ അടുത്ത് ഇങ്ങനെ ആളുകൾ കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കാണാം. എന്തിനാണ് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നത്? മഹാന്മാരുടെ ആസാറുകളുള്ള സ്ഥലത്ത് എന്ന് ദുആ ചെയ്താൽ അവരെ ബറക്കത്ത് കൊണ്ട് ആ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിക്കും എന്നതല്ലേ കഅബ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനല്ലേ അവിടെ ജനങ്ങൾ തിക്കും തിരക്കും കൂട്ടുന്നത്. ഇതേ പ്രവർത്തനം തന്നെയല്ലേ മഹാന്മാരെ മഖബറയിലും നടക്കുന്നത്. ആരാണ് മഹാന്മാർ ഇവിടെ പൂജിക്കുന്നത്, ആരാധിക്കുന്നത്? മഹാന്റെ കാലടിപ്പാട് പതിഞ്ഞ കല്ലുള്ളിടത്ത് നിന്ന് ദുആ ചെയ്താൽ പോലും അതിന് പ്രത്യേകം സ്വീകാര്യതയുണ്ടെങ്കിൽ ആ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തിനും പ്രത്യേകതയില്ലേ? അവിടെ വെച്ച് നമ്മൾ അല്ലാഹുവിനോടല്ലേ പ്രാർത്ഥന നടത്തുന്നത്. ആ പ്രാർത്ഥന കൂടുതൽ സ്വീകരിക്കപ്പെടുമെന്ന് വിശ്വസിച്ചാൽ അത് അവരെ ആരാധിക്കലും ദൈവമാക്കലുമാകുമോ? അങ്ങനെയാണെങ്കിൽ ഇത് അല്ലാഹു തആല പഠിപ്പിക്കുമോ? നമ്മൾ ചിന്തിക്കണം. അങ്ങനെ മഹാന്മാരുടെ പാദം തൊട്ട കല്ലാണെങ്കിൽ ആ കല്ലിനെ ബഹുമാനിച്ചോളണം. ഇങ്ങനെ നമ്മൾ തവാഫ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് സുന്നത്തുള്ള ഒരു കർമ്മമുണ്ട്. അതെന്താ? സംസം കുടിക്കലാണ്. എന്തിനാ സംസം കുടിക്കുന്നത്? അത് ബറക്കത്ത് ലക്ഷ്യം വെച്ചാണ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഈമാനുള്ള മനുഷ്യനാണെങ്കിൽ അവൻ സംസം കുടിക്കുന്നത് വയറ് നിറച്ചായിരിക്കും. മുനാഫിഖ് ദാഹം മാറാൻ മാത്രമേ കുടിക്കൂ. ഉപയോഗിക്കാൻ പറ്റും. ശരിക്കും മുനാഫിക്കിന് അവിടുന്ന് കാണാം. സുന്നികളായ ആളുകളൊക്കെ വല്ല പഞ്ഞിന്റെ ചാക്കിൽ പഞ്ഞി നിറക്കണായിരിക്കും കുടിക്കല്. കുടിച്ചതിന്റെ മേലെ കൊണ്ടുപോകും. കാരണം നമുക്ക് ഈ ബർക്കത്ത് കിട്ടട്ടെ, ബർക്കത്ത് കേറിപ്പോയില്ലല്ലോ. അതേ സമയത്ത് വിദേഹത്തുകാരോ ഒരു ദാഹം മാറാൻ വേണ്ടി മാത്രം ലേശം കുടിച്ചു. നിങ്ങൾ അന്ന് പറഞ്ഞതാ. സുന്നി അങ്ങനല്ല. സുന്നി ബർക്കത്ത് ഉദ്ദേശിച്ച ആ വെള്ളം കുടിക്കാം. അത് മഹാന്മാരെ ബർക്കത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ സഫാ മർവയിൽ സഅയ് ചെയ്യലല്ലേ. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫ എന്ന കുന്നും മർവ എന്ന മലയും അള്ളാന്റെ ദീനിന്റെ അടയാളങ്ങളാണ്. എങ്ങനെ ഈ കുന്നും മലയും ദീനിന്റെ അടയാളമായി? ദീന് പ്രചരിപ്പിക്കാൻ 5000-ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹു മക്കയിലെത്തിച്ച കുട്ടിയാണ് സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാം. ആ കുഞ്ഞ് ദാഹിച്ച് വലഞ്ഞ് കാലിട്ടടിക്കുന്നത് കാണാൻ പറ്റാതെ മാതാവ് ഹാജർ ബീവി റളിയല്ലാഹു അൻഹ 7 തവണ തലങ്ങും വിലങ്ങും അന്ന് ഓടിയതാണ്. ആ പ്രദേശം ദീനിന്റെ ചിഹ്നമാവാൻ കാരണം. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞു, ഫമൻ ഹജ്ജൽ ബൈത വഅതമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ ഫമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. ആരെങ്കിലും ഹജ്ജിനും ഉംറക്കും വന്നാൽ ഇവിടെ സഅയ് ചെയ്തോളണം. അതെന്താ? മഹാന്മാരെ അനുസ്മരിക്കാൻ. അതിലൂടെ നടക്കുമ്പോൾ മഹാന്മാർ ഓർക്കാതെ നടക്കാൻ പറ്റും. മഹാന്മാർ അനുസ്മരിക്കൽ ബിദ്അത്താണ്.
അവർക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയോ? സഹി ചെയ്യാൻ പറ്റിയ അന്ന് മഹദി ആ നടക്കുമ്പം ഏകദേശം നടുഭാഗത്തെത്തിയിട്ട് സ്പീഡ് കൂട്ടിയെടുത്ത് അതേപോലെ അപ്പൊ ഓർക്കൂലേ അന്ന് ആ മഹദി ആ കുട്ടി ഇങ്ങനെ കാലിട്ടടിക്കണത് കണ്ടപ്പം ഓടിയ രംഗം ഓർമ്മയിൽ വരാതിരിക്കോ? ഇതൊക്കെ മഹാന്മാരെ അനുസ്മരിക്കലല്ലേ. ഇനി നോക്കൂ നിങ്ങൾ, അൽ ഹജ്ജു അറഫ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഹജ്ജിന്റെ മർമ്മം അറഫ സംഗമമാണ്. എന്താണ് അറഫ മൈതാനിയിലുള്ളത്? എന്താണ് അവിടുത്തെ ചരിത്രം? അബുൽ ബശർ, നമ്മളെ വല്യുപ്പ ആദം അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടപ്പോൾ എത്തിപ്പെട്ടത് അവിഭക്ത ഇന്ത്യയുടെ ഭാഗമായ സിലോണിലെ ശ്രീലങ്കയിലെ ആദം മലയില. ഹവ്വാ റളിയല്ലാഹു അൻഹ ഇന്നത്തെ സൗദിയുടെ തുറമുഖ നഗരമായ ജദ്ദയിലാണ്. ജദ്ദ എന്ന അതിന്റെ പേര്. ജദ്ദാറിന വെല്ലിമാന്ന. അതിപ്പോ നമ്മൾ പറഞ്ഞു പിന്നെ ജിദ്ദായതാ. വെല്ലിമാന്റെ ഖബറുള്ളയുടെ ജിദ്ദയിലുള്ളത് ഹവ്വാ റളിയല്ലാഹുവിന്റെ ഖബർ. രണ്ടാളും രണ്ടിടത്ത്. അപ്പൊ അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ നടന്നോളൂ, നിങ്ങൾക്ക് പരസ്പരം കണ്ടുമുട്ടാം. അങ്ങനെ ആദ്യമായി വല്യാപ്പയും വല്യമ്മയും കണ്ടുമുട്ടിയത് എവിടുന്ന? അറഫയിൽ വെച്ചിട്ടാണ്. അവരന്ന് രാപ്പാർത്തത് മുസ്ദലിഫയിലാണ്. അതെ, വല്യപ്പമാരെ മറക്കരുതേ. മഹാന്മാരെ ആണ്ടനുസ്മരണം പോലെ കൊല്ലത്തിലൊരിക്കൽ ആ ഉമ്മയും ബാപ്പയും സംഗമിച്ച മണ്ണിൽ ചെന്ന് വിവിധ ഭൂഖണ്ഡങ്ങളിൽ താമസിക്കുന്ന മക്കൾ ഒരുമിച്ചു കൂടുന്നു. അവരന്ന് രാത്രി അന്തിയുറങ്ങിയ മുസ്ദലിഫയിൽ പോയി രാപ്പാർക്കുന്നു. ഇതല്ലേ മഹാന്മാരുടെ ആണ്ട് അനുസ്മരണം എന്ന് പറഞ്ഞാൽ? ഇതാണല്ലോ പറയുന്നത്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഖുർആൻ ചോദിക്കുന്നു സൂറ ഹജ്ജിൽ, ഇതെന്താണ്? അള്ളാഹ്ക്ക് വേണ്ടി ഹജ്ജ് ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങളെ വിളിച്ചു കൊണ്ടുപോയി ചെയ്യിപ്പിച്ച പരിപാടികളൊക്കെ മഹാന്മാരെ അനുസ്മരിക്കുന്ന പരിപാടികളാണ്. എന്താണ് അതിന്റെ കാരണം എന്നറിയോ? വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരെങ്കിലും അള്ളാന്റെ ദീനിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അതവന്റെ കൽബിൽ ഈമാനും തഖ്വയും ഉണ്ടെന്നതിന്റെ തെളിവാണ്. അതില്ലെങ്കിലോ ഇബ്ലീസിന്റെ സ്വഭാവമാണ്. ഇബ്ലീസിന് ഇല്ലാതെ പോയത് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാത്തതാണ്. ആ ഒരു ചിന്തയാണ് ആരുടേത്? എല്ലാ വിധത്തിലും മഹാന്മാരെ ഓർക്കാൻ പാടില്ല, അവരെ ആണ്ടയിക്കാൻ പാടില്ല, അവരെ സിയാറത്ത് നടത്താൻ പാടില്ല. ഇതിന്റെ ഒക്കെ മൂലക്കൽ എവിടേക്കാ പോകുന്നത്? മഹാന്മാരെ ആദരിച്ചു പോകരുതെന്ന ഇബ്ലീസിന്റെ സിദ്ധാന്തത്തിലേക്കാണ്. ഇതേപോലെ തന്നെയല്ലേ മഹാന്മാരെ വിളിക്കുക. മഹാന്മാരെ വിളിച്ചാലല്ലോ അത് ശിർക്കായി. ലാ തദ്ഉ മഅല്ലാഹി അഹദാ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഒരാളെയും നിങ്ങൾ അല്ലാഹുവിന്റെ കൂടെ വിളിക്കരുത്, വിളിച്ചാൽ ശിർക്കായി. നമ്മൾ ആലോചിക്കണം, ഒരു വിളി അതെപ്പോഴാ? പ്രാർത്ഥനയായാലല്ലേ ശിർക്കാകുക? വിളിക്കുന്നത് പ്രാർത്ഥനയാവലെപ്പോഴാണ്? അതിന് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിക്കുന്നതും പറയുന്നതും ചോദിക്കുന്നതും അല്ലേ പ്രാർത്ഥന? എല്ലാവർക്കും തർക്കമല്ല. ഒരാളെ നമ്മൾ ചെന്ന് എന്തെങ്കിലും ചോദിച്ചാൽ പ്രാർത്ഥിക്കലല്ല, അത് അപേക്ഷിക്കല, അഭ്യർത്ഥിക്കല, ആവശ്യപ്പെടല. അതേ സമയത്ത് പ്രാർത്ഥന ആവണമെങ്കിൽ എന്തു വേണം? ചോദിക്കുന്ന ആൾ ചോദിക്കപ്പെടുന്ന ആളെ പറ്റി ദൈവമാണെന്ന് വിശ്വസിച്ച് ചോദിച്ചാൽ, വിളിച്ചാൽ, പറഞ്ഞാൽ അതൊക്കെ പ്രാർത്ഥനയാണ്. അത് ദൂരത്തുള്ളവരോട് പറഞ്ഞാലും അടുത്തുള്ളവരോട് പറഞ്ഞാലും ജീവിച്ചിരിക്കുന്നവരോട് പറഞ്ഞാലും മരിച്ചവരോട് പറഞ്ഞാലും ഒക്കെ ദൈവമാണെന്ന വിശ്വാസത്തോടുകൂടെയാണോ അത് പ്രാർത്ഥനയാണ്. അങ്ങനെ അള്ളാഹിനോടല്ലാതെ പറയാൻ പാടില്ല. ഇതാ സുന്നത്ത് വിശ്വാസം. അതേ സമയത്ത് വിളിക്കുമ്പോൾ വിളിക്കുന്നതൊക്കെയും എന്തല്ല? പ്രാർത്ഥനയല്ല. ഉദാഹരണത്തിന് നമ്മൾ വീടിന്റെ കോലായ്മൽ ഇങ്ങനെ ഇരിക്കുമ്പോ വീട്ടുമുറ്റത്ത് ആ വരമ്പത്തൂടെ ഒരു ചെറിയ കുട്ടി ഇങ്ങനെ നടന്നു പോവാ. ആ കുട്ടി ആ വരമ്പുമ്പോ ഇങ്ങനെയായിട്ട് വികാൻ പോവാണ്. ആ സമയത്ത് കോലായ്മൽ ഇരിക്കണം ഉമ്മ എന്താ പറയാ? അള്ളോയിന്റെ മേ എന്നല്ലേ നമ്മളെ മലപ്പുറം ജില്ലയില് അള്ളോയിന്റെ മേ. ഇതൊരു മുജാഹിദ് കേട്ടാൽ അപ്പം പറയും, അള്ളാഹിന്റെ കൂടെ ഒരാളെയും വിളിക്കരുത്, അള്ളോയിന്റെ മേ. അള്ളാനും വിളിച്ച് ഉമ്മാനും വിളിച്ച് ഉമ്മ നരകത്തിലായി. എന്താ ചെയ്യാ? ഇങ്ങനെ പറഞ്ഞ എന്താ ഇപ്പൊ നമ്മളവിടെ ഉമ്മാനെ വിളിച്ചെന്തിനാ? അത് ഉമ്മാനോടുള്ള ഹുബ്ബുണ്ട് നമ്മളെ കൽപ്പില്.
എന്താ ഉമ്മാനോടുള്ള മഹബത്ത്? കുട്ടിക്കാലം മുതൽക്ക് കാലിനൊരു ഉറുമ്പ് കടിക്കാൻ സമ്മതിക്കാതെ, മുള്ളുകുത്താൻ അനുവദിക്കാതെ നമ്മളെ കൈപിടിച്ച് താങ്ങിയെടുത്ത് നമ്മളെ സംരക്ഷിച്ച ആളായ നമ്മളെ മാതാവ്. ആ മാതാവിനോടുള്ള സ്നേഹം എത്ര വയസ്സായാലും നമ്മളെ കൽബിന്ന് പോവില്ല. വയസ്സായ ആൾക്കാരൊക്കെ രോഗികളായി കിടക്കുന്ന എന്താ പറയാ, ഇതാ ഉമ്മാനോടുള്ള സ്നേഹം. അത് ഉമ്മ എന്നോ മരിച്ചു പോയിട്ട്, ഇയാൾക്കെന്നെ വയസ്സ് ഇത്രയായി 90 കഴിഞ്ഞു. ഉമ്മ അതിന്റെ 90 കൊല്ലം മുമ്പ് മരിച്ചു പോയിട്ടുണ്ട്. അത്രയും വയസ്സുണ്ട് ഇയാൾക്ക്. എന്നിട്ടും ഇയാൾ ആ മരിച്ചുപോയ ഉമ്മാനെ വിളിച്ചാൽ അത് കൽബിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുക. ആ സ്നേഹം പ്രകടിപ്പിക്കൽ മതി ചിലപ്പോ നമ്മളെ രോഗം മാറാൻ. കാരണം അള്ളാഹ് ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കാൻ പറഞ്ഞവരോട് സ്നേഹം കാണിക്കുക എന്നുള്ളത് അള്ളാഹിന്റെ അനുഗ്രഹം കിട്ടാൻ ഒരു കാരണമാണ്. ഇതേപോലെ മഹാന്മാരായ ആളുകളോടുള്ള മഹബത്ത് നമ്മളെ കൽബിലുണ്ടാകുമ്പോൾ പ്രകൃതിപരമായി തന്നെ മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അവരെ വിളിക്കുക. അത് രാഷ്ട്രീയക്കാർ വരെ ചെയ്യുന്നില്ല. നിങ്ങൾ കാണുന്നില്ല, മരിച്ചുപോയ രാജീവ് ഗാന്ധിയെ കുറിച്ച് രാജീവ് ഗാന്ധി സിന്ദാബാദ്, EMS സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞെന്തിനാ? അത് അവരോടുള്ള ഹുബ്ബ് പ്രകടിപ്പിക്കുകയാണ്. എന്നാൽ മഹാന്മാരായ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? നമുക്ക് എന്തെങ്കിലും ആപത്ത് വരുന്ന സമയത്ത് ആ ആപത്ത് തട്ടി നീക്കപ്പെടാൻ ഒരു കാരണമാണ് മഹാന്മാരോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കൽ. അള്ളാഹിന്റെ ഹബീബിന്റെ മുമ്പിലതാ 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ട സ്വഹാബി വന്ന് സങ്കടപ്പെടുന്ന, നബിയെ എന്റെ കണ്ണിന്റെ കാഴ്ച പോയി, ഇതിന് പരിഹാരം വേണം. അള്ളാഹിന്റെ റസൂൽ ചോദിച്ചു, ക്ഷമിക്കോ? ക്ഷമിക്കുകയാണെങ്കിൽ സ്വർഗം കിട്ടും. അദ്ദേഹം പറഞ്ഞു, സ്വർഗമൊക്കെ വേണം, പക്ഷേ കൈപിടിക്കാൻ ഒരാളില്ല നബി, അതുകൊണ്ടാ പറഞ്ഞു. അപ്പൊ റസൂൽ പറഞ്ഞു, പരിഹാരമുണ്ട്, നിങ്ങൾ പോയി നന്നായി ഒരു ഒളു എന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, ഹാജത്തിന്റെ നിസ്കാരം. ആ നിസ്കാര ശേഷം ഞാൻ ഈ ചൊല്ലിത്തരുന്ന ദുആ അങ്ങനെ തന്നെ ചൊല്ലുക. എന്നിട്ട് നബി ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ യാ മുഹമ്മദു ഇന്നി ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി ലിതുഖ്ലാ അല്ലാഹുമ്മ ഫശഫിഹു ഫിയാ. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാനിതാ നിന്നോട് ചോദിക്കുകയാണ്, വഅതവജ്ജഹു ഇലൈക ബിനബിയിക, നിന്നോട് ചോദിക്കാൻ നിന്റെ നബി മുഖേനയാണ് ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നത്. ഇതിനാ തവസ്സുല് എന്ന് പറയാം. അള്ളാഹിനോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒന്നിനെ മുന്നിൽ വെക്കുക, അതിനാണ് എന്തെന്ന് പറയാ, തവസ്സുല്. ഉദാഹരണം, ഫാത്തിഹ ഓതി ദ്വാരക്കൽ ഒരു തവസ്സുല. ഫാത്തിഹ ഓതി ദ്വാരക്കൽ ഒരു തവസ്സുല, അള്ളാഹ് ഇഷ്ടപ്പെടുന്നതാണ്. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, മൻ ഖറഅൽ ഖുർആന സുമ്മ ദഅ, ഒരാൾ ഖുർആൻ ഓതി പിറകെ പ്രാർത്ഥിച്ചാൽ അമ്മന ലി ദുആഇഹി 4000 മലക്കിൻ, അവന്റെ ആ പ്രാർത്ഥനക്ക് 4000 മലക്കുകൾ ആമീൻ പറയും. അതാ സുന്നകൾ എവിടെയും ദ്വാരക്കാൻ പോകുമ്പോൾ അൽ ഫാത്തിഹ, മലക്കുകൾ ഇറങ്ങി വരും. എത്ര? 4000 ആമീൻ പറയാൻ. അതുകൊണ്ട് തന്നെ അൽ ഫാത്തിഹ എന്ന് വെച്ചാൽ ചിലയിടത്തും ചിലർ നീച്ചാട് പോകും. മലക്ക് വരുന്നോട്ട് ഇരിക്കാൻ പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്യും? എന്നിട്ട് ശരിക്കും കാണാൻ വെക്ക്. ഇബ്ലീസ് മലക്കിനോട്ട് ഉണ്ടാവില്ലല്ലോ, ഇബ്ലീസിന്റെ ആളുകളും പോകും. ഫാത്തിഹ വിളിച്ചാൽ എന്തിനാ ഈ പോണേ? നമ്മൾ ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടും. എന്ത് തെറ്റാ? ഫാത്തിഹ ഓതിയിട്ട് അള്ളാഹിനോട് ദ്വാരന്നാൽ റസൂലുള്ള പറയാ 4000 മലക്കൾ ആമീൻ പറയും. ഇവര് അതിൽ പ്രതിഷേധിച്ച് എഴുന്നേറ്റ് പോവാ. ഇതിന്റെ ആവശ്യം ഇല്ല. അതൊരു തവസ്സുല. ഇതുപോലെ എന്തെങ്കിലും ഒന്ന് സ്വതക്ക ചെയ്തിട്ട് നമ്മൾ ദ്വാരക്കുക, അത് തവസ്സുല. ഇതേപോലെ സ്വലാത്ത് ചൊല്ലി ദ്വാരക്കുക, തവസ്സുല. പുണ്യസ്ഥലങ്ങളിൽ ചെന്ന് ദ്വാരക്കാം. മക്കയിലെ ഹറമിലും അതുപോലെ തന്നെ ഹിജ്ർ ഇസ്മായിൽ, മീസാബിന്റെ യോട്ടില്, മഖാം ഇബ്രാഹിം, ഹജറുൽ അസ്വദ്, സഫാ മർവ, ഇവിടൊക്കെ ചെന്ന് ദ്വാരക്കലെന്താ? അത് വേറൊരു തവസ്സുല. അള്ളാഹ് ബഹുമാനിച്ച മഹാന്മാരെ ബർക്കത്തുള്ള സ്ഥലത്തെ തവസ്സുലാക്കി ദ്വാരക്കലാണ്. മഹാന്മാരെ സിയാറത്ത് ചെയ്ത് അവരെ സമക്ഷത്തിൽ ചെന്ന് ദ്വാരക്കുക, ഇതൊക്കെ എന്താ? തവസ്സുല. ആ തവസ്സുല നബി പറയുന്നത് വഅതവജ്ജഹു ഇലൈക ബിനബിയിക, നിന്റെ നബി മുഖേനയാണ് അല്ലാഹ് ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നത്. ആ തവസ്സുല കഴിഞ്ഞതിന്റെ ഉടനെ പറയണം നബിന്റെ ഒന്നും അത് ഇത് സാധാരണ നബിയല്ല, നബിയ്യിർ റഹ്മ, കാരുണ്യത്തിന്റെ കേദാരമായ നബിയാണ്. ആ നബി മുഖേന ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു എന്ന് പറഞ്ഞതിന് ശേഷം
ഇസ്തിഗാസ നടത്താൻ പറയുന്നു, അഥവാ മുത്തുനബിയെ വിളിക്കാൻ. അതാണ് യാ മുഹമ്മദു, ഓ പ്രിയപ്പെട്ട നബിയേ. എന്നിട്ട് സങ്കടം പറയണം, ഇന്നി ഖത്തവജ്ജതു ബിക ഇലാ റബ്ബി, ഞാനിതാ അങ്ങ് മുഖേന എന്റെ റബ്ബിലേക്ക് മുന്നിട്ടിരിക്കുകയാണ്. ലിതുഖ്ലാ, എന്റെ ഈ സങ്കീർണമായ ആവശ്യം വീടപ്പെടാൻ വേണ്ടി. എന്നിട്ട് അള്ളാഹിനോട് എന്നെ പറയുന്നു, അല്ലാഹുമ്മ ഫശഫിഉ ഫിയ, പടച്ച റബ്ബേ മുത്തുനബിന്റെ ശുപാർശ എന്റെ കാര്യത്തിൽ നീ സ്വീകരിക്കണമേ. അതിൽ നിന്ന് വ്യക്തമായി എന്തിനാ നബിയെ വിളിച്ചത്? നബി ശുപാർശ പറയാനാണ്. അപ്പൊ റസൂലുള്ളാഹിനോട് ശുപാർശ പറയാൻ ആവശ്യപ്പെട്ട് നബിതങ്ങളെ വിളിക്കുക. ആ വിളി നബിതങ്ങളോടുള്ള മഹബത്തും നബിതങ്ങളുടെ സ്ഥാനം അംഗീകരിക്കലുമാണ്. അങ്ങനെ റസൂലുള്ളാഹിനെ വിളിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പഠിപ്പിച്ചു കൊടുത്തു. ഈ സ്വഹാബി പോകുന്നു. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറയുകയാണ്, ഞങ്ങൾ അടുത്തുനിന്ന് ഇദ്ദേഹം അങ്ങോട്ട് പോയി. ഒട്ടും വൈകാതെ തിരിച്ചു വരുന്നത് നല്ല തിളക്കമുള്ള രണ്ട് കണ്ണുകളോടെയാണ്. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ദലായിലിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇമാം തുർമുദി ഉദ്ധരിക്കുന്നു, ഇബ്നു മാജ ഉദ്ധരിക്കുന്നു. ഉദ്ധരിച്ച ഉടനെ ഇബ്നു മാജ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഹാദാ ഖാല അബൂ ഇസ്ഹാഖ് ഹാദാ ഹദീസുൻ സ്വഹീഹ്, ഇത് സ്വഹീഹായ ഹദീസാണ്. നൂറുകണക്കിന് പണ്ഡിതന്മാർ ആ ഹദീസിനെ അവരെ കിതാബുകളിൽ എടുത്തുദ്ധരിച്ചിട്ട് ഒരൊറ്റ ആലിമും ഇന്നുവരെ അതൊരു ശിർക്കാണെന്നോ കുഫറാണെന്നോ ബിദ്അത്താണെന്നോ പറഞ്ഞിട്ടില്ല. എങ്ങനെ പറയും? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തതല്ലേ. അപ്പൊ മഹാന്മാരെ വിളിക്കുക എന്നത് അവരോടുള്ള ഹുബ്ബ് പ്രകടിപ്പിക്കലാണ്. അത് റസൂലുള്ളാഹിന്റെ ചര്യയാണ്. അഹ്ലു സുന്നയല്ലേ നമ്മൾ. ഇനി നോക്കൂ, ജമാഅയാണ് നമ്മൾ, സ്വഹാബത്തിന്റെ മാർഗ്ഗമാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ അദബുൽ മുഫ്രദ് എന്ന ഗ്രന്ഥത്തിൽ ഒരു അധ്യായം കൊടുക്കുന്നു. എന്താണത്? ഒരാളെ കാലിന് വേദന വന്നാൽ, കാല് മസില് കാരിട്ടോ മറ്റോ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത തരിപ്പ് വന്നാൽ അയാൾ ചൊല്ലേണ്ട ദിക്ർ എന്താണ്? ഇതാണ് ഹെഡിങ്. എന്നിട്ട് അതിലൊരു ഹദീസ് കൊടുക്കുകയാണ്. മുത്തബിയുസുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, അല്ലാഹുവിന്റെ ഹബീബിനെ അക്ഷരം പ്രതി പിന്തുടർന്ന സ്വഹാബിയാണ്. മുത്തബിയുസുന്ന എന്നാ വിളിക്കുന്നത്. ആ മഹാൻ ഒരു മജ്ലിസിൽ ഇരിക്കുമ്പോൾ കാല് തരിച്ച് എഴുന്നേൽക്കാൻ പറ്റാത്ത വിധത്തിൽ പ്രയാസം. അപ്പൊ മഹാനവറുകൾ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോൾ അടുത്തുള്ള മറ്റൊരു സ്വഹാബി, അത് വേറെ റിപ്പോർട്ടിൽ കാണാം, സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, രണ്ടാളും മോശക്കാരല്ല, റഈസുൽ മുഫസ്സിരീൻ, സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ തലവനാണ്, റസൂലുള്ളാഹിന്റെ പിതൃവപുത്രനാണ്. മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു ഇബ്നു ഉമർ തങ്ങളോട്, ഉദ്കുർ അഹബ്ബന്നാസി ഇലൈക്, ഈ പ്രശ്ന പരിഹാരത്തിന് നിങ്ങൾക്ക് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ആളെ വിളിച്ചോളൂ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിളിക്കുന്നു, യാ മുഹമ്മദ്, ഓ പ്രിയപ്പെട്ട നബിയേ. അല്ലാഹുവിന്റെ ഹബീബിനെ വിളിച്ചപ്പോൾ തന്നെ ആ കാലിന്റെ വേദന മാറി എഴുന്നേറ്റ് നടക്കുന്നു. ഇമാം ബുഖാരി മുസ്ലിമീങ്ങൾ പാലിക്കേണ്ട മര്യാദ പഠിപ്പിക്കുന്ന അദബുൽ മുഫ്രദിൽ ഇത് ഉദ്ധരിച്ചിട്ട് പറയുന്നു, ഇതുപോലെ കാലിന് വേദന വന്നാൽ റസൂലുള്ളാഹിനെ വിളിക്കണം. ഇവര് തൗഹീദ് തിരിയാത്തവരാണോ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹാബത്ത് തൗഹീദ് തിരിയാത്തവരാണോ? അപ്പൊ സ്വഹാബത്ത് പഠിപ്പിച്ചതാണ് ദീന്. അതിൽ പുതിയ യുക്തിവാദം കടത്തിക്കൂട്ടാൻ പാടില്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു എത്ര സൂക്ഷ്മതയുള്ള പണ്ഡിതനാണ്. ശറഹുൽ മുഹദ്ദബിലും മറ്റും മഹാൻ പറഞ്ഞത് കാണാം, നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് മുന്നിൽ ഒരു മറ വെക്കണം. ആ മറ ഒരു തൂണ് പോലത്തതാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, പള്ളിയിൽ കയറി തൂണിന്റെ നേരെ നിന്ന് നിസ്കരിക്കുമ്പോൾ നേർക്ക് നേരെ നിൽക്കാതെ ഒരല്പം ഇടത്തോട്ടോ വലത്തോട്ടോ മാറി നിൽക്കണം. അതെന്തിനാണ്? പെട്ടെന്ന് കാണുമ്പോൾ ഇത് ഈ തൂണിനുള്ള നിസ്കാരാണോ എന്ന് തോന്നിപ്പോകണ്ട. അത്ര സൂക്ഷ്മത പുലർത്താൻ പറഞ്ഞ പണ്ഡിതനാണ് രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകൾ മുഅ്മിനീങ്ങൾക്ക് നിത്യജീവിതത്തിൽ ചൊല്ലാനുള്ള ദിക്ർ പഠിപ്പിക്കുന്ന തന്റെ കിതാബുൽ അദ്കാർ എന്ന ഗ്രന്ഥത്തിലും ഇതേ അധ്യായം കൊടുക്കുന്നു. കാലിന് വേദന വന്നാൽ ചൊല്ലേണ്ട മന്ത്രം എന്താണ്, ദിക്ർ എന്താണ്? ഈ ഹദീസ് ഉദ്ധരിക്കുന്നു, യാ മുഹമ്മദ് എന്ന് ചൊല്ലണം, വിളിക്കണം. അപ്പൊ അള്ളാഹിന്റെ റസൂലിനെയും മഹാന്മാരെയും വിളിക്കുക എന്നത്
അവരെ പ്രാർത്ഥിക്കലല്ല, അവരെ ആരാധിക്കലല്ല. ഒരു വിളി ആരാധനയാവണമെങ്കിൽ എന്തു വേണം? വിളിക്കുന്നയാൾ, വിളിക്കപ്പെടുന്ന ആളെ ദൈവമാണെന്ന് വിശ്വസിക്കണം, ആരാധ്യനാണെന്ന് വിശ്വസിക്കണം. മുസ്ലിമീങ്ങൾ അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന് മജ്ജയിലും മാംസത്തിലും രക്തത്തിലും ഊട്ടപ്പെട്ട വിധത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ വിളിക്കുന്നത് ദൈവമാണെന്ന നിലക്കല്ല, അള്ളാന്റെ റസൂലും സ്വഹാബത്തും പഠിപ്പിച്ച അഹ്ലുസുന്നയുടെ മാർഗത്തിൽ നിലകൊണ്ടുകൊണ്ടാണ്. ഇങ്ങനെ ഏത് കാര്യത്തിൽ നമ്മൾ പരിശോധിച്ചാലും സുന്നികളെ നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക എന്ന തരത്തിലാണ്, ബിദ്അത്തുകാര് അതിനെ നിന്ദിക്കുക എന്ന തരത്തിലാണ്. ഇനി ബർക്കത്തെടുക്കൽ നോക്കിയാലോ അങ്ങനെ ബർക്കത്തെടുക്കൽ നിങ്ങൾ മഹാന്മാരായ സ്വഹാബത്തിന്റെ ചര്യ എന്താണ്? സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, സയ്യിദുന ഉസ്മാൻ ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയുകയാണ്, അർസലനി അഹ്ലി ഇലാ ഉമ്മി സലമ, എന്റെ വീട്ടുകാരെന്നെ ഉമ്മു സലമ ബീവിയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ആരാ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ? നമ്മളെ ഉമ്മയാണ്, മുത്തുനബിയുടെ പ്രിയപ്പെട്ട ഭാര്യയാണ്. എന്തിനാ പറഞ്ഞയച്ചത്? മഹാൻ പറയുന്നു, വകാനന്നാസ്, അന്ന് ജനങ്ങളുടെ പതിവായിരുന്നു, ഇദാ അസാബഹും ഐനുൻ ഔ ശൈഉൻ, കണ്ണേറ് പോലുള്ള വല്ല അഭൗതിക രോഗങ്ങളോ അല്ല മറ്റു ഭൗതിക രോഗങ്ങളോ എന്ത് രോഗം പിടിപെട്ടാലും അർസലു ഇലൈഹാ ബിമിഖ്ലബത്തിൻ മിനൽ മാ, ഒരു കോപ്പ വെള്ളം ഉമ്മു സലമയുടെ വീട്ടിലേക്ക് കൊടുത്തുവിടും. അങ്ങനെ ഞങ്ങൾ വെള്ളവുമായി ചെന്നാൽ എന്താ മഹദിയുടെ കയ്യിലുള്ള മരുന്ന്? വകാനത്ത് ഇൻദഹാ ശഅറുൻ മിൻ ശഅരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഏതാനും തിരുകേശങ്ങളാണ്, ശറഫാക്കപ്പെട്ട മുടികളാണ്. അതൊരു വെള്ളിയുടെ പാത്രത്തിൽ സൂക്ഷിച്ചു വെച്ചതാണ്. ഞങ്ങൾ വെള്ളവുമായി ചെന്നാൽ അത് പുറത്തെടുത്ത് സുമ്മ ഖൽഖലതുഹു ഫിൽ മാ, ഞങ്ങളെ വെള്ളത്തിലൊട്ടുന്ന് ഇളക്കിത്തരും. എന്നിട്ട് ഈ വെള്ളം കൊണ്ടെന്താ ഞങ്ങൾ ചെയ്യുന്നത്? വനസ്തശ്ഫീ ബിഹി, ആ വെള്ളം കൊണ്ട് ഞങ്ങൾ രോഗശമനം തേടും. ഈ വിശ്വാസം നമ്മളെ ബിദ്അത്തുകാർക്ക് പറ്റുമോ? ഓ അബ്ദുള്ള സാഹിബ് പറഞ്ഞതെന്താ? ഇത്തരം ഹദീസ് ബുഖാരിയിൽ കണ്ടാൽ ഞങ്ങൾ ചാടിക്കടക്കലാണ്, ചാടിപ്പോകലാണ്. അവിടെ ഞങ്ങൾ വല്ലാതെ കൂടാറില്ല, കാരണം ഞങ്ങളെ ബുദ്ധിക്ക് അത് ദഹിക്കുന്നില്ല. ഇത് സ്വഹാബത്ത് പഠിപ്പിച്ച ദീനാണ്, അവരെ പിന്തുടരുന്നവർക്കാണ് സ്വർഗമെന്ന് അള്ളാഹു ഖുർആനിൽ കട്ടായമായി പറഞ്ഞതല്ലേ. അതാണ് സുന്നത്ത് ജമാഅത്ത്, സ്വഹാബത്തിന്റെ മാർഗമാണ്. ഇത് ഖുർആനും പഠിപ്പിച്ചതാണ്. നിങ്ങൾ നോക്കൂ, മഹാനായ സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമും പിതാവ് യാക്കൂബ് നബിയുമായുള്ള വേർപിരിയൽ 80 കൊല്ലത്തോളം നീണ്ടുനിന്നു എന്നാണ് ഒരു റിപ്പോർട്ട്. അതിനുശേഷം പിതാവും പുത്രനും സമാഗമിക്കുന്ന സമയമായപ്പോ ബാപ്പയുടെ കണ്ണിന്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ സമയത്ത് പിതാവിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ മകനാകുന്ന റസൂലാകുന്ന നബിയാകുന്ന യൂസുഫ് അലൈഹിസ്സലാം നബിയും റസൂലുമായ യാക്കൂബ് നബി അലൈഹിസ്സലാമിനും മരുന്ന് കൊടുത്തേക്കുകയാണ്. എന്താണ് മരുന്ന്? ഇദ്ഹബൂ ബിഖമീസി ഹാദാ, എന്റെ ഈ കുപ്പായം കൊണ്ടുപോകുക, അതെന്റെ പിതാവിന്റെ മുഖത്ത് ചാർത്തി കൊടുത്താൽ യഅ്തി ബസീറാ, വാപ്പായുടെ കാഴ്ച തിരിച്ചു വരും. ഫലമ്മാ അൻജാ അൽ ബസീറു, ഈ സന്തോഷ വാർത്ത അറിയിക്കുന്ന ആള് കുപ്പായവുമായി ചെന്ന് പിതാവിന്റെ മുഖത്ത് ചാർത്തേണ്ട താമസം അതാ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുന്നു. സൂറത്ത് യൂസുഫിൽ അല്ലാഹ് പറയുന്നു, ഇത് ബർക്കത്തെടുത്തുകൊണ്ടുള്ള ഗുണം അനുഭവിക്കലല്ലേ, ഇത് ഖുർആൻ പഠിപ്പിച്ചതല്ലേ, സ്വഹാബത്തും ബുഖാരിയും നമ്മളെ പഠിപ്പിച്ചതല്ലേ. ഈ ആദർശത്തെ അംഗീകരിക്കാൻ എന്തുകൊണ്ട് ബിദ്അത്തുകാർക്ക് കഴിയുന്നില്ല? അവരെ വാദം സ്വഹാബത്ത് ദീനിൽ തെളിവല്ല, സ്വഹാബത്ത് ദീനിൽ തെളിവല്ല. ഹദീസിലും ഖുർആനും ഒക്കെ നമ്മൾ ഗവേഷണം നടത്തി ഇതിനൊക്കെ അതിൻ്റെതായ ഒരു അർത്ഥം കൊടുക്കണം. എന്നിട്ട് എ പി അബ്ദുൽ ഖാദർ മൗലവിയോട് ഒരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിന്റെ ചോദ്യോത്തരം എന്ന പുസ്തകത്തിൽ ഈ ഹദീസുകളൊക്കെ ഉദ്ധരിച്ച ഒരു അനുയായി ചോദിച്ചപ്പോ അയാൾ അതിന് പറഞ്ഞ മറുപടി എന്താ? സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ കുപ്പായം സൂക്ഷിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മുടി സൂക്ഷിച്ചിട്ടുണ്ടൊക്കെ ശരിയാണ്. അതൊക്കെ ഏതുപോലെയാണ്? നിങ്ങൾ കാണലില്ലേ ക്രിക്കറ്റ് കളിക്കാരോട് ഒപ്പ് വാങ്ങി സൂക്ഷിക്കുന്നത്, കുട്ടികൾ മൈപ്പീലി കിട്ടിയാ സൂക്ഷിക്കുന്നത്, സ്റ്റാമ്പ് ശേഖരിക്കുന്നത്, അതുപോലെയാണ്. നഊദു ബില്ലാഹ്. അതാ നമ്മൾ കണ്ടത്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ സ്റ്റാമ്പ് സൂക്ഷിച്ചതാ, മുടിയിട്ട വെള്ളം കൊടുത്തതും സ്വഹാബത്ത് രോഗശമനം തേടിയതും.
ഇനി അതാ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ആരാണത്? മുത്തുനബിയുടെ പ്രിയതമ ആയിഷ ഉമ്മയുടെ ഇത്താത്ത സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മൂത്ത മകളാണ്. അവിടുന്ന് ഒരു കുപ്പായം ഉയർത്തി കാണിച്ചു പറയുന്നു, ഹാദിഹി ജുബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ കുപ്പായമാണ്. വകാനത ഇൻദ ആയിഷ റളിയല്ലാഹു അൻഹാ, ഇതെന്റെ അനുജത്തി ആയിഷ ബീവിയുടെ കൈവശമായിരുന്നു. ഫലമ്മാ ഖുബിലത് ഖബൽതുഹാ, അവർ വഫാത്തായപ്പോൾ ഇത് ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. എന്താ ഈ കുപ്പായത്തിന്റെ കഥ? വകാനൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൽബസുഹാ, ഇത് അല്ലാഹുവിന്റെ റസൂല് ആ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ ധരിച്ചു നടന്ന ഷർട്ടാണ്. റസൂലുള്ളാഹിന്റെ ഉടമസ്ഥയിലുള്ളതെന്ന് മാത്രമല്ല ഇതിന്റെ പ്രത്യേകത, അവിടുത്തെ റഹ്മത്തുൽ ലിൽ ആലമീന്റെ ശരീരം തൊട്ട വസ്ത്രാണ്. ഇതെന്തിനാ ഞങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത്? എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞതുപോലെ ഇത് മൈപ്പീലി സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിക്കുകയാണോ? അല്ല. ഫനഹനു നഗ്സിലുഹാ ലിൽ മർളാ, ഞങ്ങളെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നാൽ ഈ കുപ്പായം ഞങ്ങൾ വെള്ളത്തിൽ മുക്കും. വനസ്തശ്ഫീ ബിഹി, അതുകൊണ്ട് ഞങ്ങൾ രോഗശമനം തേടും. ഇമാം മുസ്ലിം സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ വിശ്വാസം ഉൾക്കൊള്ളാൻ ഇവർക്ക് കഴിയോ? ഈ എ പി അബ്ദുൽ ഖാദർ മൗലവി മരണപ്പെട്ടപ്പോഴാണ് ചില ആളുകൾ ചെന്നിട്ട് പറഞ്ഞത്, മുസ്ലിം സമുദായത്തിന് തീർത്താൽ തീരാത്ത നികത്താനാകാത്ത നഷ്ടമാണ്. ആര്? ഈ മൗലവി മരിച്ചത്. ഇതാണോ ആദർശം? നമ്മൾ ചിന്തിക്കുക. ഇങ്ങനെ മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ച ദീന്, അതാണ് സുന്നത്ത് ജമാഅത്ത്. അൽഹംദുലില്ലാഹ്, നമ്മൾ കേരളീയർ മഹാഭാഗ്യവാന്മാരാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ആ സ്വഹാബത്തിലൂടെ നേരിട്ട് ദീന് പഠിക്കാൻ സൗഭാഗ്യം കിട്ടിയ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ പ്രദേശം നമ്മളെ കേരളമാണ്. കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള പള്ളി കൊടുങ്ങല്ലൂർ ജുമാഅത്ത് പള്ളി, ചേരമാൻ പെരുമാൾ പള്ളി. കണ്ണൂർ ജില്ലയിൽ ചെന്നാൽ പഴയങ്ങാടിയിലെ ഒരു പഴയ പള്ളിയുണ്ട്. അതിന്റെ ചുമരിൽ ഒരു ഉല്ലേഖനം കാണാം, ബുനിയ ഫീ സനത്തി ഖംസ്, ഹിജ്റ 5-ാം കൊല്ലത്തിൽ നിർമ്മിച്ച പള്ളിയാണ്. എന്ന് പറഞ്ഞാൽ മസ്ജിദുൻ നബവി സ്ഥാപിച്ച് 3 കൊല്ലമായപ്പോഴേക്ക് കേരളത്തിലെ പുതിയങ്ങാടിയിൽ പള്ളി വന്നിട്ടുണ്ട്. കാസർകോട്ട് മാലിക് ദിനാർ പള്ളിയുടെ ചുമരിലുള്ള രേഖ എന്താണ്? ബുനിയ ഫീ സിൻതൈനി വഇശ്രീൻ, ഹിജ്റ 22-ൽ എടുക്കപ്പെട്ട പള്ളിയാണ്. സ്വഹാബത്തിന്റെ കാലഘട്ടമാണത്. റസൂലുള്ള ജീവിച്ച കാലത്ത് വരെ ഇവിടെ ഇസ്ലാം വന്നു. ആ മഹാന്മാരായ സ്വഹാബത്ത് ഇവിടെ വന്നു എന്നതിന് വേറെ എത്ര തെളിവുകളാണ്. കണ്ണൂരിലെ ഏക മുസ്ലിം ഭരണകുടുംബാണല്ലോ അറക്കൽ രാജവംശം. അറക്കൽ രാജവംശത്തിന്റെ കൊട്ടാരത്തിൽ ഇപ്പോഴും സൂക്ഷിക്കപ്പെട്ട രേഖകളിൽ പറയുന്നത് എന്താ? ആ രേഖകളിൽ പറയുന്നത് ആ ഭരണകൂടം സ്ഥാപിക്കുന്നത് ചേരമാൻ പെരുമാൾ ചക്രവർത്തിയുടെ സഹോദരിയായിരുന്ന ശ്രീദേവിയുടെ പുത്രനിലൂടെയാണ്. അദ്ദേഹത്തിന്റെ പേര് മഹാബലി എന്നായിരുന്നു. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ച് മുഹമ്മദ് അലി രാജ എന്ന് പേര് സ്വീകരിച്ചു. അത് ഹിജ്റ 62-ലാണ്. ഹിജ്റ 62. ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ ഇസ്ലാമിക ഭരണം വരെ വന്നിട്ടുണ്ട് നമ്മളെ കേരളത്തിൽ. അങ്ങനെ പാരമ്പര്യമുള്ള കേരളം 10 പള്ളികളാണ് മഹാന്മാരായ സ്വഹാബത്ത് ഇവിടെ ഉണ്ടാക്കിയത്. ആ 10 പള്ളികളിലൂടെയാണ് ഇസ്ലാമിക വിശ്വാസം എന്താന്ന് കേരളീയർ അറിയുന്നത്. ആ പള്ളികളിലൂടെയാണ് നമ്മളെ അനുഷ്ഠാനങ്ങൾ എന്താന്ന് കേരളീയർ അറിയുന്നത്. ആ സ്വഹാബത്ത് നിർമ്മിച്ച 10 പള്ളികളിലും ഇന്നുമുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പള്ളിയിലുള്ള അതേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. ഇതിലും വലിയ തെളിവെന്തായി നമുക്ക് വേണ്ടത്? 1400 കൊല്ലത്തെ അണമുറിയാത്ത ഈ പാരമ്പര്യം, ഇതല്ലേ സബീലുൽ മുഅ്മിനീൻ എന്ന് അല്ലാഹു പറഞ്ഞത്, മുഅ്മിനീങ്ങളുടെ മാർഗം. ആ മാർഗത്തെ വിട്ട് അതൊക്കെ തെറ്റായിരുന്നു എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ പൊളിച്ചെഴുതുന്ന ബിദ്അത്തുകാരുടെ ഭൗതിക വാദങ്ങളിലും യുക്തിവാദങ്ങളിലും നമ്മൾ അകപ്പെട്ടു പോകരുത്. സുന്നത്തി ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് പഠിപ്പിച്ച ദീനാണ്. ആ ദീനിനെ തകർക്കാനുള്ള കൂട്ടായ ശ്രമം കേരളത്തിൽ തുടങ്ങുന്നത് 1920-കൾക്ക് ശേഷമാണ്. സുന്നികളായ ആളുകൾ തന്നെ പിന്നീട് വഹാബിസം സ്വീകരിക്കുകയാണ്. പക്ഷെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരായിരുന്നു? അത് ബ്രിട്ടീഷുകാരാണ്. കേരളീയ മുസ്ലിമീങ്ങൾ ഇസ്ലാമിക ഖിലാഫത്ത് പ്രസ്ഥാനത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരം തുടങ്ങിയപ്പോൾ റസൂലുള്ളാഹിന്റെ കാലം മുതൽ ആരംഭിച്ച ഖിലാഫത്തിനെ അറബ് നാട്
ബ്രിട്ടീഷുകാര് വഹാബികളെ കൂട്ടുപിടിച്ച് അന്തിമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളെ വല്യപ്പമാർ ഇവിടെ ഖിലാഫത്ത് കമ്മിറ്റി ഉണ്ടാക്കി ബ്രിട്ടനെതിരെ യുദ്ധം തുടങ്ങിയത്. അപ്പൊ ബ്രിട്ടീഷുകാർ ചിന്തിച്ചു, ഇവിടെ ഏറെ നാട്ടിലും വെള്ളുവ നാട്ടിലും ആലി മുസ്ലിയാരുടെയും ചെമ്പ്രശ്ശേരി തങ്ങളുടെയും വാരിയങ്ങന്റെയും നേതൃത്വത്തിൽ ഖിലാഫത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ അറേബ്യയിൽ തകർക്കാൻ പോകുന്ന ഖിലാഫത്ത് കേരളത്തിൽ പുനരുദയം ചെയ്താൽ അപകടമാണ്. ഇരട്ട തന്ത്രം ഉപയോഗിച്ച് അതിനെ തകർക്കണം. ഒന്ന്, ശക്തമായ സൈനിക നീക്കം. ഇന്ത്യയിൽ മലബാറിൽ നടത്തിയതുപോലുള്ള നരനായാട്ട് ഒരിടത്തും ഇവർ നടത്തിയിട്ടില്ല. അത് ഈ ഖിലാഫത്തിനെ തകർക്കാൻ. രണ്ടാമതായി, മുസ്ലിങ്ങളെ കൂട്ടത്തിൽ നിന്ന് തന്നെ അറേബ്യൻ നാട്ടിൽ ഒരു വിഭാഗത്തെ പിടിച്ച് മുസ്ലിങ്ങൾക്കെതിരെ ആഭ്യന്തര യുദ്ധം നടത്തിച്ചതുപോലെ കേരളത്തിലും സംഘർഷം ഉണ്ടാക്കണം. ഇതിനുവേണ്ടി അവർ ചെയ്തതെന്താ? ഈജിപ്ഷ്യൻ വഹാബിസത്തിന്റെ നേതാക്കന്മാരെ പുസ്തകങ്ങൾ ഇവിടേക്ക് എത്തിക്കുകയായിരുന്നു. അന്ന് ജീവിച്ചിരിക്കുന്ന നേതാവാണ് റഷീദുർ റിള. അദ്ദേഹത്തിന്റെ ഒരു മാസികയാണ് അൽമനാർ മാസിക, ഈജിപ്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മാസിക. ആ മാസിക അന്ന് കൊണ്ടുവന്ന് തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന ഒരു മൗലവിയാണ്, ഒരു പരിഷ്കരണവാദിയായ മൗലവിയായിരുന്നു വക്കം അബ്ദുൽ ഖാദിർ മൗലവി. വക്കം അബ്ദുൽ ഖാദിർ മൗലവിയും രണ്ടും രണ്ടാ. വക്കം അബ്ദുൽ ഖാദിർ ധീരദേശാഭിമാനിയാണ്. അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയതാണ്. വക്കം അബ്ദുൽ ഖാദിർ മൗലവി വഹാബിയാണ്. കേരളത്തിലെ ആദ്യത്തെ വഹാബിയാണ്. അയാൾ വഹാബിസം സ്വീകരിക്കുന്നത് ബ്രിട്ടീഷുകാരെത്തിച്ചു കൊടുത്ത ഈ പുസ്തകം വായിച്ചിട്ടാണ്. തഫ്സീറുൽ മനാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തഫ്സീർ എത്തിച്ചു കൊടുത്തു. അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ വഹാബിയായി ഇയാൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മഹാനായ ചാലിലകത്ത് അഹമ്മദ് ഹാജി നബ്ബറല്ലാഹു മർക്കദ അഹ്ലുസ് സുന്നയുടെ ആലിമീങ്ങളുടെ വലിയൊരു കണ്ണിയാണ്. തിരൂരങ്ങാടിയിലെ ചാലിലകത്തുള്ള അഹമ്മദ് മഹാനായ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി നബ്ബറല്ലാഹു മർക്കദ. മഹാനവറുകളുടെ ഗുരു ആരാണെന്ന് നിങ്ങൾക്ക് നമ്മളൊക്കെ ഓതുന്ന ബദർ മൗലിദ് രചിച്ച വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ നബ്ബറല്ലാഹു മർക്കദ. അത്ര വലിയ സുന്നിന്റെ ശിഷ്യനാണ് ഇദ്ദേഹം. വഹാബികൾ പറയാറുണ്ട്, ഞങ്ങളെ നേതാവാണ് ചാലിലകത്ത്. അവരെ പ്രസ്ഥാനം ഉണ്ടാകുന്ന 22 1919 മണ്ണാർക്കാട്ട് വെച്ച് മരിച്ചു പോയിട്ടുണ്ട് മഹാനായ ചാലിലകത്ത്. ആ മരിച്ചിട്ട് അവിടുന്ന് കാളവണ്ടിയിൽ തിരൂരങ്ങാടി കൊണ്ടുവന്നിട്ട് കത്തപ്പൊര കെട്ടി 40 ദിവസം മഹാനവറുകളുടെ പേര് ഖുർആൻ ഓതിയിട്ടുണ്ട്. ആ ഓതിയ കൂട്ടത്തിൽ ഒന്ന് മൂപ്പര മരുവനായ KM മൗലവി ഉണ്ടായിരുന്നു. ഞാൻ SSFന്റെ സാഹിത്യോത്സവത്തിന്റെ സമയത്ത് അവിടുത്തെ സെമിനാറിൽ വെച്ച് അവിടുന്ന് പരസ്യമായി പ്രസംഗിച്ചത് ചരിത്രമുള്ളതാ. അയാളടക്കം അന്ന് ആരാ? സുന്നിയാണ്. അവര് ഈ അമ്മോശന്റെ പേരിൽ ഓതിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആ മഹാനവറുകളോട് വാഴക്കാട്ട് മഹാൻ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പം അവിടെ മണപ്പാടൻ കുടുംബത്തിൽപ്പെട്ട ആളുകൾ വന്ന് ഞങ്ങൾക്കൊരു മദ്രസ മുഅല്ലിമിനെ വേണം എന്നാവശ്യപ്പെട്ടപ്പം അദ്ദേഹം എന്ത് ചെയ്തു? നാദാപുരം ഭാഗത്തുള്ള ഒരു മൗലവിയാണ് EK മൗലവി എന്നറിയപ്പെടുന്ന മൗലവി. ആ മൗലവിയെ അങ്ങോട്ട് മദ്രസയിലെക്കാൻ വേണ്ടി ചാലിലകത്ത് പറഞ്ഞയച്ചു കൊടുത്തു. സംഗതി വശാൽ ഈ മൗലവി ആരെ വലയിൽപ്പെട്ടു? നേരത്തെ വഹാബിയായ വക്കം അബ്ദുൽ ഖാദിർ മൗലവിന്റെ വലയപ്പെട്ടു. അങ്ങനെ 2 മൗലവിമാർ വഹാബിയായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് 21 ഇവിടെ കലാപം നടക്കുന്നത്. ആ കലാപം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മുൻനിരയിൽ ഉണ്ടായിരുന്ന സുന്നിയായ ചാലിലകത്തിന്റെ മരുമകനായ KM മൗലവി പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിക്കപ്പെടുകയും അദ്ദേഹത്തെ പട്ടാളം തരയുന്നുണ്ടെന്ന് അറിയുകയും ചെയ്തപ്പോ EK മൗലവി ഇയാൾക്ക് കത്ത്, നിങ്ങൾ ഇങ്ങോട്ട് പോരി, ഇവിടെ നല്ല സുരക്ഷിത കേന്ദ്രമാണ്. അങ്ങനെ രാത്രി ഒളിച്ച് അയാൾ എവിടെ എത്തി? മണപ്പാടന്മാരെ വീട്ടിലെത്തി. അവിടെ ചെന്ന് താമസിച്ചതിന്റെ ഇടക്ക് അയാളിലൂടെ ഇയാളും വഹാബിയായി. അങ്ങനെ ഈ 3 മൗലവിമാര് ചേർന്നാണ് കേരള മുസ്ലിം ഐക്യ സംഘം എന്ന പേരിൽ കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ വഹാബിസത്തെ സംഘടിതമായി പ്രചരിപ്പിക്കാനുള്ള ആദ്യത്തെ കൂട്ടായ്മ ഉണ്ടായി. അതിനെല്ലാ പിന്തുണയും ബ്രിട്ടീഷുകാർ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ അന്ന് നമ്മളെ ആലിമീങ്ങൾ ഉണർന്നു, ഇതിന്റെ പിന്നിൽ വലിയ അപകടം. ഇവരെ നമ്മളൊന്ന് നിരീക്ഷിക്കണം. ഇന്നത്തെ മാതിരി എന്തെങ്കിലും ഒരു ബിദ്അത്ത് പ്രകടമായി കാണുന്ന കാലല്ല. അന്ന് വാല് വെച്ച തലകെട്ടാണ് KM മൗലവിക്കുള്ളത്. സുബൈൽ കുനൂത്ത് ഓതുന്നുണ്ട്, നിസ്കാരശേഷം കൂട്ടുപ്രാർത്ഥന ഉണ്ട്, കൈ സാധാരണ കെട്ടോടെ തന്നെയാണ്. ഇതിലൊന്നും മാറ്റല്ല, പ്രത്യക്ഷത്തിൽ ഒരടയാളമില്ല. പക്ഷെ അന്നത്തെ ആലിമീങ്ങളെ ദീർഘദൃഷ്ടി നമ്മൾ അറിയണം. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അടക്കമുള്ളവർ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അടക്കമുള്ളവർ ഇവരെ
നിരീക്ഷണത്തിന് വെച്ചു. രണ്ടാമത്തെ കൊല്ലം തന്നെ ബോധ്യപ്പെട്ടു ഇത് വഹാബിസം എന്ന വിഷവത്തിനെ പുതിയൊരു കുപ്പിയിലാക്കി ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇതിനെ പ്രതിരോധിക്കണം. 1925 ഒരു താൽക്കാലിക കമ്മിറ്റി ഉണ്ടാക്കി. ഒരു കൊല്ലം കേരളത്തിലുടനീളം സഞ്ചരിച്ച് ഈ ബിദഈ കൂട്ടായ്മയെ ചെറുക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് ആലിമീങ്ങളെ അന്നത്തെ സാഹചര്യം വെച്ച് യാത്ര ചെയ്ത് ഒരു കൊല്ലമെടുത്ത് കണ്ട് ബോധവൽക്കരിച്ച് അവസാനം 1926 ജൂൺ മാസം 26-ന് നമ്മളെ കോഴിക്കോട്ടെ ടൗൺ ഹാളിൽ വിപുലമായ പണ്ഡിത സഭ ചേർന്ന് അതിൽ വെച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയ്ക്ക് രൂപം നൽകിയത് ഈ ബിദ്അത്തിനെ ചെറുക്കാനാണ്, സുന്നത്തി ജമാഅത്തിനെ സംരക്ഷിക്കാനാണ്. നമ്മൾ ആലിമീങ്ങൾ ഓരോ ഘട്ടത്തിലും ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. ആദ്യ ഘട്ടത്തിൽ ഇവരെ പ്രതിരോധിക്കാൻ ഏത് രീതിയാണ് നമ്മൾ സ്വീകരിച്ചത്? ഇന്നത്തെ ക്യാബിനറ്റ് സിസ്റ്റോ സംഘടനാ സംവിധാനമൊന്നും അന്നില്ല. അന്ന് 40 അംഗങ്ങളുള്ള ഒരു മുശാവറ. ഇവര് 1-2 മാസം കൂടുമ്പോൾ യോഗം ചെയ്യും. ആ യോഗത്തിൽ വിവിധ വിഷയങ്ങളെ കുറിച്ച് വിശദമായ ചർച്ച നടത്തും, പ്രമേയങ്ങൾ ഉണ്ടാക്കും, അവതരിപ്പിക്കും, അത് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കും. അങ്ങനെ പൊതുജനങ്ങളോട് ബിദ്അത്തുകാരെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ട് പറഞ്ഞു, അന്ന് ഈ തബ്ലീഗും ജമാഅത്ത് ഇസ്ലാമിയൊന്നുമില്ല, അന്ന് മുജാഹിദ് മാത്രമല്ല, അത് വഹാബിസമാണെന്നും അത് ബിദ്അത്താണെന്നും ബിദ്അത്തുകാരോട് സ്വീകരിക്കേണ്ട നയസമീപനമാണ് വഹാബികളോട് സ്വീകരിക്കേണ്ടത് എന്നുമാണ് അവർ പ്രഖ്യാപിച്ചത്. വിദേത്തുകാരോട് സ്വീകരിക്കേണ്ട നയം അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച നയാണ്. അതെന്താണ്? മുസ്ലിങ്ങൾ പരസ്പരം മുസ്ലിം എന്ന പേരിൽ കാണിക്കുന്ന പെരുമാറ്റച്ചട്ടങ്ങളില്ലേ, കണ്ടാ സലാം പറയാ, അതുപോലെ തന്നെ ക്ഷണിച്ച ക്ഷണം സ്വീകരിക്കുക, രോഗായ കാണാൻ പോവുക, മരിച്ച മയ്യത്ത് നിസ്കരിക്കുക, മയ്യത്തിന്റെ കൂടെ പോവുക, പരസ്പര വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുക, ഇതൊന്നും ആരോട് പാടില്ല, വിദേത്തുകാരോട് പാടില്ല. സുന്നിയും മുബത്തദിയും കുഫോക്കൂല എന്നത് എല്ലാ ഇമ്മത്തും പഠിപ്പിച്ച, നബിതങ്ങൾ പഠിപ്പിച്ച ആദർശമാണ്. ഈ ആദർശം നടപ്പിലാക്കിയതോടെ ബിദ്അത്തുകാർ നായ തൊട്ട കലം പോലെ മാറ്റി നിർത്തപ്പെട്ടു. ആരും അവരെ മൈൻഡ് ചെയ്യാതായി. അവസാനം ബിദഈ നേതാക്കന്മാർ ചിന്തിച്ചു, നമ്മളെ ഇങ്ങനെ പോയാൽ നമ്മളെ പ്രസ്ഥാനത്തിന് പിടിച്ചെടുക്കാൻ കഴിയില്ല, എങ്ങനെങ്കിലും ഒരു പൊതുവേദി ഉണ്ടാക്കി അതിലൂടെ ഈ ബഹിഷ്കരിക്കപ്പെട്ട നേതാക്കന്മാരെ ജനകീയവൽക്കരിക്കണം എന്നവർ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. സമസ്ത ഓരോ കൊല്ലവും സമ്മേളനം നടത്തും. ആ സമ്മേളനത്തിലൊക്കെ ബിദ്അത്തിനെ കുറിച്ച് താക്കീത് ചെയ്യും. അങ്ങനെ ജനങ്ങൾ പൂർണ്ണമായി ഇവരെ മാറ്റി നിർത്തി. ഇവർക്ക് വളരാൻ കഴിഞ്ഞില്ല. ചരിത്രം പരിശോധിച്ചാൽ 22 മുതൽ 48-50 കൊല്ലക്കാലം വരെ വഹാബിസത്തിന്റെ വളർച്ച വട്ടപ്പൂജാണെന്ന് പറയാം. അവർ തമ്മിലടിക്കുകയും ഭിന്നിക്കുകയല്ലാതെ അവർക്കന്ന് വളരാൻ കഴിഞ്ഞില്ല. അങ്ങനെ എന്ത് ചെയ്തു? 47 സ്വാതന്ത്ര്യം കിട്ടിയപ്പം ഇന്ത്യ രണ്ടായി പിളർന്നു. ഇന്ത്യയും പാകിസ്ഥാനും. ആ പ്രശ്നം ഇപ്പോഴും തീർന്നിട്ടില്ല. എന്നാൽ ആ രണ്ടായി പിളർന്ന സമയത്ത് ഉള്ള രാഷ്ട്രീയ പശ്ചാത്തലം നമ്മൾ ചരിത്രം പഠിക്കുക എന്ന നിലക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അന്ന് പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ കക്ഷികളാണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് കോൺഗ്രസ് തന്നെ, മറ്റൊന്ന് സർവേന്ത്യ മുസ്ലിം ലീഗ് എന്ന പേരിൽ ഒരു മുസ്ലിം രാഷ്ട്രീയ പാർട്ടി ഉണ്ട്. അതും രണ്ടും നല്ല ശക്തിയുള്ള പാർട്ടികളാണ്. ഇന്ത്യയിലെ ഏകദേശ അന്നത്തെ സംസ്ഥാനങ്ങളിലും പ്രതിനിധികളുള്ള ശക്തമായ പാർട്ടിയായിരുന്നു സർവേന്ത്യ ലീഗും. അങ്ങനെ ഈ 2 പാർട്ടിയുള്ള പശ്ചാത്തലത്തിൽ ഇന്ത്യ പിളർന്നപ്പോൾ മുസ്ലിമീങ്ങളുടെ രാജ്യം എന്ന നിലക്ക് പലരും പാകിസ്ഥാനിലേക്ക് ചേക്കേറി. നേതാക്കന്മാര് ഭൂരിപക്ഷവും ജിന്നയുടെ നേതൃത്വത്തിൽ അങ്ങോട്ട് പോയി. ഇവിടെ അവശേഷിച്ച ആളുകൾ സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നിരീക്ഷിച്ചു. അപ്പൊ കിട്ടിയ വിവരം വെച്ച് അവർ നിഗമനത്തിലെത്തി, ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാവാനുള്ള പുറപ്പാടിലല്ല, ഒരു മതേതരത്വ ജനാധിപത്യ രാജ്യമാവാനാണ് പോകുന്നത്. അപ്പൊ അവര് ചർച്ച ചെയ്തു, മതേതരത്വ ജനാധിപത്യ രാജ്യത്ത് മുസ്ലിങ്ങളുടെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത് ഗുണം ചെയ്യോ, അല്ലെങ്കിൽ ഒരു പൊതു പേരിലല്ലേ നല്ലത്? ഭൂരിപക്ഷ അഭിപ്രായം അങ്ങനെ വന്നു. അങ്ങനെ സർവേന്ത്യ മുസ്ലിം ലീഗിനെ അവര് 48-ൽ പിരിച്ചുവിട്ടു. അത് പിന്നീട് ഇല്ലാതെയായി. എന്നാൽ സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ വർഗീയ കലാപം നടന്നു. ഡൽഹിയിലും ബോംബെയിലും പശ്ചിമ ബംഗാളിലും മുസ്ലിങ്ങളെ കബന്ധങ്ങൾ കൊണ്ട് തെരുവ് നിറഞ്ഞ് ചോരച്ചാലുകൾ ഒഴുകി. സാന്ത്വനപ്പെടുത്താൻ ഒരു മുസ്ലിം നേതാവ് പോലും ഇല്ലാതെയായി. അവസാനം ഗാന്ധിജി തന്നെ വന്നുകൊണ്ട് മുസ്ലിങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. ഇതിന് ശേഷമാണ് തമിഴ്നാട്ടിൽ
നാട്ടുകാരനും പ്രഗത്ഭ മുസ്ലിം നേതാവുമായ ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് നവ്വറല്ലാഹു മർഖദ, അദ്ദേഹം വലിയൊരു നേതൃത്വമായിരുന്നു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. മഹാനവറുകൾ അവശേഷിച്ച നേതാക്കളെ വിളിച്ച് രണ്ടാമതൊരു ചർച്ച കൂടി നടത്തി. അദ്ദേഹം ചോദിച്ചു, നമുക്ക് മുസ്ലിമീങ്ങൾക്ക് മുസ്ലിങ്ങളുടെ പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കുന്നതിന് ഇനി വരാൻ പോകുന്ന ഭരണഘടനയും എതിരാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമുക്കൊരു പാർട്ടി ഉണ്ടാക്കണം. കാരണം നേതൃത്വമില്ലാത്ത സമുദായമായി പോയാൽ അപകടം ചെയ്യൂലേ എന്ന നല്ല ഉദ്ദേശത്തോടുകൂടെ അദ്ദേഹം രൂപീകരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അന്ന് കേരളം എന്ന് പറയുന്ന സംസ്ഥാനമില്ല. നമ്മളെ മലബാർ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്, തിരുവച്ചിയുടെ ഭാഗമാണ് കൊച്ചിയും എറണാകുളം തൃശ്ശൂരും ഒക്കെ ഉള്ള ഭാഗം. പിന്നെ തിരുവിതാംകൂർ എന്ന പേരിൽ തിരുവനന്തപുരത്ത് വേറൊരു രാജ്യമാണ്. ഇങ്ങനെ 3 ഭാഗമായിട്ടാണ് ഇന്നത്തെ കേരളം അന്ന് കിടക്കുന്നത്. അന്ന് കേരളം എന്ന സ്ഥലമില്ലെങ്കിലും മലബാർ എന്നറിയപ്പെടുന്ന നമ്മളെ മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂരിന്റെ ഒരു ഭാഗം, തൃശ്ശൂരിന്റെ ഒരു ഭാഗമൊക്കെ ചേർന്ന പാലക്കാട് അടക്കമുള്ള പ്രദേശം, ആ പ്രദേശത്തേക്ക് ഈ പാർട്ടിയുടെ ഒരു ഘടകം രൂപീകരിച്ചാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച് നടത്താൻ പറ്റുമല്ലോ എന്ന് KM മൗലവിയും CD സാഹിബും ചേർന്ന് ചിന്തിക്കുകയാണ്. നേരത്തെ ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു പൊതുവേദി ഉണ്ടാക്കിയാൽ നമ്മൾക്ക് എന്താവാ, ഈ സമസ്ത വന്ന് നമ്മളെ ബഹിഷ്കരിച്ച് ആൾക്കാർ നമ്മളെ തിരിഞ്ഞു നോക്കാതായതുകൊണ്ട് ജനകീയമായി നമുക്ക് പോകണമെങ്കിൽ ഒരു പൊതുവേദി വേണം. ഇപ്പൊ നല്ലൊരു ചാൻസാ, നമ്മൾ മലബാർ ഘടകം രൂപീകരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ KM മൗലവി പ്രസിഡന്റായും CD വക്കീൽ ജനറൽ സെക്രട്ടറിയായും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മലബാർ ഘടകം ഇവരാദ്യം രൂപീകരിച്ചു. ഉടനെ തന്നെ മദ്രാസ് സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് വന്നു. കോഴിക്കോട്ട് അവർ സ്ഥാനാർത്ഥിയെ നിർത്തി. എന്നാൽ കോൺഗ്രസ് അവർക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തി. അതാരായിരുന്നു സ്ഥാനാർത്ഥി? മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ നവ്വറല്ലാഹു മർഖദ, മഹാനവറുകളുടെ ബന്ധുവായ ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങളാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. സ്വാഭാവികമായും തങ്ങൾ തന്റെ ബന്ധുവിനെ വിജയിപ്പിക്കാൻ സജീവമായി രംഗത്തിറങ്ങി. അത് കാരണം വഹാബികളുടെ സ്ഥാനാർത്ഥി തോറ്റ് പമ്പരം കറങ്ങുന്നത് പോലെ തോറ്റുപോയി. അങ്ങനെ വമ്പിച്ച വിജയം. ഇതിനു ശേഷം KM മൗലവി എന്ത് ചിന്തിച്ചു? നമ്മൾ വിചാരിച്ച വെളിവിടെ നടക്കാൻ പോണില്ല. അത് നടക്കണമെങ്കിൽ നമ്മളെ കണ്ട ആരും ഈ പാർട്ടിയിലേക്ക് വരൂല. കേരളത്തിലെ മുസ്ലിമുകൾ സയ്യിദന്മാരെ ബഹുമാനിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ പാർട്ടിയുടെ തലപ്പത്ത് ഒരു സയ്യിദിനെ വെക്കാത്ത കാലത്തോളം ഇത് വിജയിക്കാൻ പോകുന്നില്ല. ഏത് സയ്യിദിനെ വെക്കുമെന്ന് ചർച്ചയായി. KM മൗലവി തന്നെ പറഞ്ഞു, നമുക്ക് അനുഭവമല്ലേ, നമ്മളെ തോൽപ്പിച്ച തങ്ങളില്ലേ അവിടെ, ബാഫഖി തങ്ങൾ, ആ തങ്ങളെ നമുക്ക് ഇതിന്റെ തലപ്പത്ത് കൊണ്ടുവന്നാൽ നല്ല ശക്തി കിട്ടും, ആളുകളൊക്കെ ഇതിലേക്ക് വരും. അങ്ങനെ KM മൗലവിയുടെ തന്ത്രപ്രകാരമാണ് വന്യരായ തങ്ങളവറുകളെ പാർട്ടിയുടെ പ്രസിഡന്റ് ആക്കുന്നത് എന്ന് ആരാ എഴുതി വെച്ചത്? വഹാബിയായ മുഹമ്മദ് അബ്ദുൽ കരീം കൊണ്ടോട്ടിക്കാരൻ ഈ അടുത്ത് മരിച്ചു. അദ്ദേഹം KM മൗലവിയുടെ ജീവചരിത്രം എന്ന പുസ്തകത്തിൽ ഇത് സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ തന്ത്രപൂർവ്വം തങ്ങളെ തലപ്പത്ത് കൊണ്ടുവന്നപ്പം മലബാറിലെ മുസ്ലിമീങ്ങൾ കൂട്ടത്തോടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ഒഴുകി. അതൊരു വമ്പിച്ച ശക്തിയായി, സുന്നികളുടെ സംഘശക്തിയായിരുന്നു അത്. അങ്ങനെ 1960 ആയപ്പോഴേക്ക് പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ശക്തി ആർജിച്ചു. അന്നത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോട് സഖ്യം ചേർന്ന് നമ്മളും മത്സരിച്ചു. ഗംഭീര വിജയമുണ്ടായി. പക്ഷെ അന്ന് കോൺഗ്രസിന് ഒറ്റക്ക് ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടാവാം അവര് പറഞ്ഞു, ലീഗ് ഒരു വർഗീയ കക്ഷിയായതുകൊണ്ട്, അന്നത്തെ കഥയാണ്, വർഗീയ കക്ഷിയായതുകൊണ്ട് അവർക്ക് മന്ത്രി പദവി കൊടുക്കൂല എന്ന് പറഞ്ഞു. അവസാനം പലരും പഞ്ചായത്ത് പറഞ്ഞിട്ട് തീരുമാനത്തിലെത്തി സ്പീക്കർ സ്ഥാനം കൊടുക്കുക. അങ്ങനെ ആദ്യമായി നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടുന്ന രാഷ്ട്രീയപരമായ ഒരു സ്ഥാനം എന്താണ്? 60-ലെ നിയമസഭയുടെ സ്പീക്കർ പദവിയാണ്. അന്ന് മുതൽക്ക് വഹാബികൾ എന്ത് ചിന്തിക്കാൻ തുടങ്ങി? രാഷ്ട്രീയ പാർട്ടിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഉള്ളിലൂടെ വഹാബിസം വളർത്താൻ തുടങ്ങി. ഈ സ്ഥാനം ആർക്കാ കൊടുത്തത്? 36-ൽ നമ്മള് ഫറൂഖിൽ സമ്മേളനം നടക്കുമ്പോ ആ സമ്മേളനം നിർത്തിവെക്കാൻ വേണ്ടി വക്കീൽ നോട്ടീസ് അയച്ച ആളാണ് ആര്? CD സാഹിബ് എന്ന CD വക്കീൽ. അയാൾ വക്കീല. അന്ന് വക്കീൽ നോട്ടീസ് അയച്ചു. മഹാനായ നമ്മളെ ഉസ്താദ് പാങ്ങിൽ അഹമ്മദ് ഊട്ടി മുസ്ലിയാരാണ്. ഇത് കേരള പണ്ഡിത സഭയല്ല, അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞിട്ട് അതിന് മറുപടി കൊടുത്തിട്ട് അയാളെ ഇടുമ്പ്യനാക്കി വിട്ടതാണ്. അങ്ങനെ നമുക്കെതിരെ പട നയിച്ച അദ്ദേഹം, അയാളാണ് ആ സ്പീക്കർ പദവിയിൽ ഇരിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം, 1960-ലാണ് കേരളത്തിൽ ആദ്യമായി മുസ്ലിം വഖഫ് ബോർഡ് രൂപീകരിക്കുന്നത്. ആ മുസ്ലിം വഖഫ് ബോർഡ് രൂപീകരിച്ചപ്പോൾ അന്ന് 99.25% ആളുകളും സുന്നികളാണ്. വഖഫ് സ്വത്ത് മുഴുവൻ സുന്നികളുടേതാണ്. പക്ഷേ
ഒരൊറ്റ സുന്നിയെ പോലും ആ വഖഫ് ബോർഡിൽ അന്ന് ഉൾപ്പെടുത്തിയില്ല. കാരണം എന്താ, തങ്ങന്മാരെ ബഹുമാനിച്ച് ആദരിച്ച് ഇങ്ങനെ സ്റ്റേജ് മുന്നിൽ വെക്കും, ഉള്ളു കൂടെ കാര്യങ്ങൾ ഇവര് നീക്കും. അങ്ങനെ വഖഫ് ബോർഡ് ഫുള്ള് വഹാബികളെ കയ്യിൽ. ഇതിൽ പ്രതിഷേധിച്ചു അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. എവിടെ വെച്ച്? മഹാനായ ബാഫഖി തങ്ങളുടെ പാണ്ഡികശാലയിൽ വെച്ച് തന്നെ സമസ്ത മുശാവറ ചേർന്നിട്ട് പ്രമേയം പാസാക്കി, ഒരു സുന്നി പണ്ഡിതനെങ്കിലും വഖഫ് ബോർഡിലേക്ക് എടുക്കണം. ഈ പ്രമേയം നിങ്ങൾക്ക് എവിടെ നോക്കിയാൽ കാണാം. അവിഭക്ത സമസ്ത നമ്മൾ ഒന്നിച്ചു നിൽക്കുന്ന സമയത്ത് പുറത്തിറക്കിയ 60ാം വാർഷിക സോവനീറിന്റെ 58ാമത്തെ പേജിൽ ഈ പ്രമേയം കാണാം. ഒരു സുന്നിനെങ്കിലും എടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് അവർ പെട്ടെന്ന് എടുക്കാൻ തയ്യാറായില്ല. എന്നിട്ട് എന്താ സംഭവിച്ചത്? വഖഫ് ബോർഡ് കൈയടക്കിയ ഇവര് രഹസ്യമായി കള്ളരേഖ ചമച്ച് സുന്നികളുടെ വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ സുന്നികൾക്ക് നഷ്ടപ്പെട്ടത് മലബാറിന്റെ ആസ്ഥാനമായ കോഴിക്കോട് നഗരത്തിൽ സുന്നികൾ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ പേരിൽ സ്ഥാപിച്ചതും ആഴ്ചതോറും മുഹിയുദ്ദീൻ റാത്തീബ് ചൊല്ലി വന്നിരുന്നതുമായ മൊയ്തീൻ പള്ളി എന്നറിയപ്പെടുന്ന പാളയം മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് വഹാബികളുടെ കൈകളിലെത്തി. അവിടെ ഉണ്ടായിരുന്ന ഷാദുലി ത്വരീഖത്തിൽപ്പെട്ട ഷാദുലി ശൈഖിന്റെ പേരിൽ നിർമ്മിച്ച ഷാദുലി പള്ളി, അതുപോലെ തന്നെ മഹാനായ ടിപ്പു നിർമ്മിച്ച് സുന്നി ആചാരപ്രകാരം നടന്നു വന്ന പട്ടാളപ്പള്ളി, ലിവാ മസ്ജിദ് ഉൾപ്പെടെ 12ഓളം പള്ളികൾ കോഴിക്കോട് നഗരത്തിൽ മാത്രം രാഷ്ട്രീയത്തെ മറയാക്കി വഖഫ് ബോർഡ് കയ്യിൽ വെച്ചുകൊണ്ട് വഹാബികൾ തട്ടിയെടുത്തു. ഇങ്ങനെയാണ് മലബാറിൽ ജുമഅക്ക് വരുന്ന, കോഴിക്കോട് ടൗണിൽ ജുമഅക്ക് വരുന്ന ആളുകളെ മുമ്പിൽ ഖുതുബ പരിഭാഷപ്പെടുത്തിയിട്ട് വഹാബിസം പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. ഇവിടെ നമ്മൾ ഉണരണം. രാഷ്ട്രീയ പാർട്ടിയെ മറയാക്കിയ വഹാബികൾ ഇവിടെ പ്രവർത്തിച്ചത്. അതിനു മുമ്പ് അവർക്ക് വളരാൻ കഴിഞ്ഞില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സംഭവിക്കുന്നത് എന്താ? പിന്നെ രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരം കിട്ടിയതോടുകൂടെ സമസ്തന്റെ പ്രവർത്തനം പിന്നെ പതുക്കെയായി. നമ്മൾ പരിശോധിക്കണം. 60-ൽ രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരത്തിൽ പങ്കാളിത്തം കിട്ടിയെങ്കിൽ പിന്നെ അത് മുതൽക്ക് സമസ്തക്ക് സമ്മേളനങ്ങളില്ല. 26 മുതൽ ഓരോ കൊല്ലവും സമ്മേളനം നടത്തിയ സമസ്ത രാഷ്ട്രീയ പാർട്ടി വളർന്നപ്പോൾ സമസ്ത തളർന്നു. പിന്നെ 85-ലാണ് 60ാം വാർഷിക സമ്മേളനം നടക്കണം. അതിന്റെ അടുത്ത സമ്മേളനമല്ല, അത് ഒരു പിടുത്തത്തിൽ നിന്ന് കുതറി മാറുന്നതിന്റെ ഭാഗമായി നടത്തിയ സമ്മേളനമാണ്. ചരിത്രം നമ്മൾ അറിയണം. ഇത് കഴിഞ്ഞു. പിന്നെ അതാ മുന്നണി ബന്ധങ്ങളൊക്കെ മാറി. 67-ൽ സപ്തകക്ഷി മുന്നണി രംഗത്ത് വന്നു. അന്ന് നമ്മളെ പാർട്ടിക്ക് ഇടം കിട്ടിയത് ഇടതുപക്ഷത്തിന്റെ ഒപ്പമായിരുന്നു. ആ തെരഞ്ഞെടുപ്പിലും ഗംഭീര വിജയമുണ്ടായി. പക്ഷേ ഇടതുപക്ഷം 2 മന്ത്രിസ്ഥാനം തന്നു. ഒന്ന് ബഹുമാന്യനായ നമ്മുടെ മഞ്ചേരിയിലെ അഹമ്മദ് ഉരിക്കൽ സാഹിബ് അവറുകളും മറ്റൊന്ന് CH മുഹമ്മദ് കോയ സാഹിബുമായിരുന്നു. 2 പേരും മന്ത്രിമാരായി. ആ കാലത്ത് ഒരു സംഭവം ഉണ്ടായതെന്താ? നേരത്തെ തിരുവിതാംകൂറിൽ അവിടുത്തെ രാജാവ് മുസ്ലിമീങ്ങൾക്ക് ഭൗതിക കലാലയങ്ങളിൽ വെച്ച് ഖുർആൻ പഠിപ്പിക്കാൻ അവസരം തന്നിരുന്നു. അവിടുന്ന് തന്നെ മദ്രസ പഠിപ്പിക്കാം, ഖുർആൻ പഠിപ്പിക്കാം. എന്നാൽ കേരളം രൂപീകരിക്കപ്പെട്ടതോടെ മതേതരത്വ രാജ്യമായി മാറിയ സാഹചര്യത്തിൽ ഇനി ഭൗതിക സ്ഥാപനങ്ങളിൽ വെച്ച് മതം പഠിപ്പിക്കാൻ പാടില്ലെന്ന നിയമം വന്നു. പക്ഷെ മുസ്ലിങ്ങൾ അവിടെ സമരം തുടങ്ങി. ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയൊരു ആനുകൂല്യ അതെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. അവസാനം ഒരു തീരുമാനിച്ചാൽ ഒരു കാര്യം ചെയ്യാം, അതിന് പകരം നമുക്ക് മതം പഠിപ്പിക്കാൻ, ഖുർആൻ പഠിപ്പിക്കാന്ന് പറയണ്ട, നിങ്ങളൊരു കാര്യം ചെയ്തോളി, അറബി ഭാഷ പഠിപ്പിച്ചോളി. ഹിന്ദി ഉറുദു ഒക്കെ പഠിപ്പിക്കണ്ടല്ലോ, മലയാളം പഠിപ്പിക്കുന്ന മാതിരി ഒരു ഭാഷ നിങ്ങൾക്ക് അറബി പഠിപ്പിച്ചോളൂ. അങ്ങനെയാണ് അറബി ഭാഷ പഠിപ്പിക്കാനുള്ള അവസരം മുസ്ലിങ്ങൾക്ക് ഇവിടുത്തെ സ്കൂളിൽ കിട്ടുന്നത്. അത് ഏതെങ്കിലും പാർട്ടിക്കാരെ വക കിട്ടിയതല്ല, തിരുവിതാംകൂറുകാരെ സമരം കാരണം കിട്ടിയതാ. ആ സമരം ചെയ്ത ആളെ വീട്ടിൽ എടുത്ത് ഞാൻ പോയിരുന്നു, അതിന് നേതൃത്വം കൊടുത്ത ആളെ. അങ്ങനെ കിട്ടിയതാണ്. പക്ഷേ ആ സമയത്ത് എന്ത് ചെയ്തു? വഹാബികൾ കുതന്ത്രം പയറ്റി. പാഠപുസ്തകം തയ്യാറാക്കുന്ന കമ്മിറ്റി രൂപീകരിച്ചപ്പോ ഒരു മെമ്പറെ പോലും സുന്നിയപ്പെടുത്തിയില്ല. ഇതുകൊണ്ട് എന്തേ സംഭവിച്ചത്? 25 കൊല്ലത്തോളം ഗവൺമെന്റിന്റെ പാഠപുസ്തകങ്ങളിൽ വഹാബി ആശയമുള്ള 30-ലേറെ പാഠങ്ങൾ സുന്നികളെ മക്കളെ ഗവൺമെന്റിന്റെ ചെലവിൽ പഠിപ്പിച്ചു. ആരൊക്കെയാ പരിചയപ്പെടുത്തിയത്? KM മൗലവിയെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ, ഉമർ ഖത്താബ് തങ്ങളെക്കാൾ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെക്കാൾ, അലി ബിൻ അബി ത്വാലിബ് തങ്ങൾ, ഈ 4 ഖലീഫമാരെക്കാളും അവരിലുള്ള എല്ലാ നന്മയും ഇയാൾ ഒരുമിച്ച് കൂടി എന്ന് പറഞ്ഞാൽ അവരെക്കാളും മേലെയാണ് ഇയാൾ എന്നല്ലേ ഇതാ സ്കൂളിൽ പഠിപ്പിച്ചത്. ഓല ഷെഡിൽ അന്ന് പ്രവർത്തിച്ച എടവണ്ണയിലെ ജാമിയ മുതൽക്ക് അരീക്കോട്ട സുല്ലം മുതൽക്ക് തിരൂരങ്ങാടിയിലെ കോളേജ് അടക്കം ചിത്രസഹിതം അറബി പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കാൻ തുടങ്ങി. SSF
എസ്.എഫ് 73 രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആദ്യം ഏറ്റെടുത്ത സമരം വഹാബിസത്തിന്റെ പാഠഭാഗങ്ങൾ ഇതിൽ നിന്ന് ഉപേക്ഷിക്കണമെന്നതായിരുന്നു. അന്ന് രാഷ്ട്രീയക്കാര് പറഞ്ഞു 5000-ഓളം വരുന്ന അറബി മുൻഷിമാരുടെ കഞ്ഞിയിൽ പൂഴിവാരിടാണ് എസ്.എഫ്.കാര്. പക്ഷെ ആ സമരം നമ്മൾ നിർത്തിവെച്ചില്ല. നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയപ്പം 83 നായനാർ അധികാരത്തിൽ വന്നപ്പം വന്യരായ ഖമറുൽ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ഈ പാഠപുസ്തകങ്ങളൊക്കെ എടുത്ത് നായനാരെ ചെന്നിട്ട് പറഞ്ഞു, നായനാരെ ഇതൊക്കെയാണ് സംഭവം, നിങ്ങൾക്കറിയാലോ ഇവിടെ മഹാഭൂരിപക്ഷം സുന്നികളാ, ആ സുന്നികളെ വേദനിപ്പിക്കുന്ന പാഠഭാഗങ്ങളാണ്. അയാൾക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു നമുക്ക് പരിഹാരം ഉണ്ടാക്കിയേ. അങ്ങനെ എന്താ പരിഹാരം ഉണ്ടാക്കിയത്? പാഠപുസ്തക കമ്മിറ്റി പരിഷ്കരിച്ചു. അതിന്റെ ചെയർമാനായി ഖമറുൽ ഉലമയെ തന്നെ നിശ്ചയിച്ചു. അങ്ങനെ AP ഉസ്താദിന്റെ നേതൃത്വത്തിലാണ് ഭാഷ പഠിപ്പിക്കാനുള്ള നിഷ്പക്ഷ അറബി പാഠപുസ്തകങ്ങൾ പിന്നീട് കേരളത്തിൽ വെളിച്ചം കണ്ടത്. ഇങ്ങനെ നമ്മളെ രാഷ്ട്രീയ പാർട്ടിയെ മറയാക്കി വഹാബികള് വളരാൻ തുടങ്ങുകയാണ്. അതിൽ തീർന്നില്ല. ഈ അറബി പാഠപുസ്തകങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ അധ്യാപകന്മാര് വേണം. അധ്യാപകന്മാരെ ഉണ്ടാക്കാൻ ഗവൺമെന്റ് ഓറിയന്റൽ അറബി കോളേജ് അനുവദിച്ചു. ഒരൊറ്റൊന്ന് സുന്നി മാനേജ്മെന്റിന് കൊടുത്തില്ല. ഒക്കാർക്ക് വഹാബികൾക്ക് എടവണ്ണയിലെ ജാമിയാവട്ടെ, അരീക്കോട്ടെ സുല്ലമാവട്ടെ, റൗളത്തുൽ ഉലൂം പുളിക്കൽ കോളേജ്, ഇവിടെ തിരൂരങ്ങാടിയിലെ കോളേജ്, പിന്നെ ഫറൂഖിലെ കോളേജ്, അതിനപ്പുറത്തേക്ക് പോയാല് പിന്നെ കോഴിക്കോട് ജില്ലയിലെ മേപ്പയൂരിലെ കോളേജ്, കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ കോളേജ്, ആലിയ കോളേജ് എല്ലാം വഹാബികൾക്ക് കൊടുത്തു. ഇന്ന് കേരളത്തിലുള്ള തലയെടുപ്പുള്ള ഏത് മുജാഹിദ് മൗലവിയുണ്ടോ ഇവരൊക്കെ ഗവൺമെന്റ് ശമ്പളം നൽകുന്ന അറബിക് കോളേജിന്റെ ഉൽപ്പന്നങ്ങളാണ്. ഇതാണ് രാഷ്ട്രീയ പാർട്ടിയിലൂടെ വഹാബികൾ വളരുന്നു എന്ന് നമ്മൾ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. അതിനെതിരെ സുന്നി പക്ഷത്തുനിന്ന് ശക്തമായ പ്രതിഷേധമുണ്ടായി. അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മളിവിടെ ആരും എതിർക്കുന്നില്ല. ഖായിദെ മില്ലത്ത് നല്ല ലക്ഷ്യത്തോടെ ഉണ്ടാക്കിയ പാർട്ടിയാണ്. പക്ഷെ വഹാബികൾ അതിനെ ദുരുപയോഗം ചെയ്യുന്നത് കാണുമ്പോൾ അത് ഉണർത്താതിരിക്കാൻ പറ്റുമോ? ഇവരെ തിരുത്തണ്ടേ, ഇവരെ കൈപിടിക്കണ്ടേ? അല്ലെങ്കിൽ സുന്നത്തിയമായത്ത് ഇവിടെ ഉണ്ടാവൂല. എത്രത്തോളം എത്തി ചുറ്റുപാട്? അല്പം വിദ്യാസമ്പന്നരായ ആള് എന്ന് അന്ന് പറഞ്ഞാൽ ആരാ? അന്നത്തെ കാലത്ത് ഈ ഡോക്ടർമാര് എഞ്ചിനീയർമാരൊന്നും നമ്മളെ കൂട്ടത്തിലില്ല. ആരെ കൂട്ടത്തിലുമില്ല. അന്ന് നമ്മളെ കൂട്ടത്തിലുള്ള ആകെ വിദ്യാഭ്യാസമുള്ളവർ എന്ന് പറഞ്ഞാൽ ഖലീലാവ ദിമ്മ എന്ന് പറയുന്ന ഈ കഥ പഠിച്ച അഫ്ളലുൽ ഉലമന്റെ കുട്ടികളാണ്. അങ്ങനെ അറബി മുൻഷിമാരായ ആളുകൾ ഇവരാണ് അന്നത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ. പക്ഷെ പ്രത്യക്ഷത്തിൽ ഉദ്യോഗസ്ഥന്മാരും വിദ്യാസമ്പന്നരും ഒക്കെ ആരാ? ഒക്കെ പരിഷ്കരണവാദികളായ മുജാഹിദുകളാണ്. സുന്നി എന്ന് പറഞ്ഞാലോ അത് അറുപയഞ്ചനാണ്, പിന്തിരിപ്പനാണ് എന്നാണ് അന്നത്തെ വെപ്പ്. അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് 1976 വന്യരായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ മഹാനവറുകൾ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റ് ആകുന്നത്. മഹാനവറുകൾ ഒരൊറ്റ കൊല്ലം അത് പൂർത്തീകരിച്ചതിന് ശേഷം ജനറൽ ബോഡി വിളിച്ചിട്ട് നിലവിലുള്ള സാഹചര്യം പരിചയപ്പെടുത്തി. സുന്നികൾക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ രണ്ട് കാര്യം ആവശ്യമാണ്. ഒന്ന്, സംഘശാക്തീകരണം വേണം. രണ്ടാമത്, വിദ്യാഭ്യാസ വിപ്ലവം വേണം. നമ്മൾ ഈ ഗവൺമെന്റിന്റെ സംഭരണം കാത്തു നിന്നിട്ട് കാര്യമില്ല. നമ്മളെ സമ്പത്ത് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ സ്വയം വളരാൻ ശ്രമിക്കണം. നമ്മൾ സംഭരണം കാത്തുന്ന മറ്റ് സമുദായങ്ങൾ വളരെ മുന്നിലെത്തും. ഓടിയാൽ പോലും അവരെ പിറകെ ഓടാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഉണരണം. അതിനാൽ എന്നെ പോലുള്ള പ്രായമുള്ളവരല്ല SYSന്റെ നേതൃത്വത്തിൽ വരേണ്ടത്. അതിന് പറ്റിയ നേതൃത്വം നമ്മോടൊപ്പമുണ്ട്. നിങ്ങൾ സമ്മതിച്ചാൽ ഞാൻ അവരെ പേര് പറയാം. ജനറൽ ബോഡി പറഞ്ഞു, ഉസ്താദ് പറയാ, അള്ളാന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനല്ലേ. മഹാനവറുകൾ ആദ്യമായി പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചു. വന്യരായ ഇ.കെ. ഹസൻ മുസ്ലിയാരിനെ പുറല്ലാഹു മറക്കട. കേരളീയ സുന്നികൾക്ക് മറക്കാൻ കഴിയാത്ത സിംഹഗർജനത്തിന്റെ ഉടമ മഹാനവറുകളെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. എല്ലാവരും ആവേശത്തോടെ കാത്തു നിന്നതുപോലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായിരുന്ന വന്യരായ ഖമറുൽ ഉലമ AP ഉസ്താദിനെ ജനറൽ സെക്രട്ടറിയായി ചാപ്പനങ്ങാടി പ്രഖ്യാപിച്ചു. അങ്ങനെ ആദ്യമായി ഈ യുവരക്തങ്ങൾ SYSന്റെ തലപ്പത്ത് വന്നു. ചരിത്രം നമ്മൾ അറിയണം. 54 SYS രൂപീകരിച്ചത്. 77 തിരിഞ്ഞു നോക്കുമ്പോൾ വെറും 103 യൂണിറ്റുകൾ മാത്രമേ SYSന് അന്ന് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളൂ. 25 കൊല്ലത്തോളം പ്രവർത്തിച്ചിട്ട് 103 യൂണിറ്റ്. എന്താ SYSന് പറ്റിയത്? അതിനെ ജനകീയവൽക്കരിക്കാൻ ചില അലിഖിത നിയമങ്ങൾ കൊണ്ട് പൂട്ടിട്ടു. SYS ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ ഒരുങ്ങിയാൽ അന്ന് പറയും വേണ്ട, അത് യൂത്ത് ലീഗ് നടത്തിയാൽ മതി. വിദ്യാഭ്യാസ പ്രവർത്തനത്തെ കുറിച്ച് ചിന്തിച്ചാൽ പറയും വേണ്ട, അതിന് MES ഇല്ലേ. പിന്നെ SYSന്റെ ഡ്യൂട്ടി എന്താ? അത് മുജാഹിദുകൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ ഗണ്ണിക്കാം. എന്നിട്ട് ഇവരെന്നെ പുറത്തുനിന്ന് പറയും കണ്ടോ എപ്പോഴും ഗണ്ണനം മണ്ണനം, ഇതല്ലാതെ എന്താ അവർക്കുള്ളത്? SYS
ജനകീയവൽക്കരിക്കാൻ കഴിയോ? ഇല്ല. അങ്ങനെ വിലക്കി വെച്ചതാ. വന്യരായ ഖമറുൽ ഹസൻ മുസ്ലിയാരും SYSന്റെ ഭരണഘടന എടുത്ത് വായിച്ചു. സുന്നി സമൂഹത്തിൽ നവജാഗരണം സൃഷ്ടിക്കാനുള്ള എല്ലാ പ്രചോദനവും ഭരണഘടനയിൽ നിന്ന് ഉൾക്കൊണ്ടു. ഇനി പുറമെയുള്ളവരുടെ ഒരു നിയമത്തെയും നമ്മൾ അംഗീകരിക്കില്ല. എല്ലാ ചങ്ങലകളെയും പൊട്ടിച്ചെറിഞ്ഞ് സുന്നികളെ സ്വയം പര്യാപ്തമാക്കി അടങ്ങൂ എന്ന പ്രഖ്യാപനവുമായി ഖമറുൽ ഉലമയും ഹസൻ മുസ്ലിയാരും രംഗത്ത് വന്നു എന്നതാണ് AP ഉസ്താദിനോട് പലർക്കും വെറുപ്പുണ്ടാകാനുള്ള കാരണം. അല്ലാതെ ഈ ഉമ്മത്തിനെ ഒന്നും ഉസ്താദ് ഗുണമല്ലാത്ത ഒന്നും ഉസ്താദ് ചെയ്തിട്ടില്ല എന്നത് അവിടുത്തെ ജീവിതം സാക്ഷിയല്ലേ? 3000-ലധികം പള്ളികൾ ഉണ്ടാക്കിയതൊരു തെറ്റാണോ? 1000 ചില്ലാനം മതഭൗതിക സമന്വയ കലാലയങ്ങൾ നിർമ്മിച്ചത് തെറ്റാണോ? 10,000-കണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുത്ത് ആലിമീങ്ങൾക്ക് ഇസ്സത്തുണ്ടാക്കി കൊടുത്തത് ഒരു തെറ്റാണോ? നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. AP ഉസ്താദ് 10,000-കണക്കിന് അനാഥകളെ ദത്തെടുത്ത് സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് ഒരു തിന്മയാണോ? എന്ത് തെറ്റാണ് ആ വന്യരായ ഗുരുവിന്റെ പേരിൽ ആരോപിക്കാനുള്ളത്? ഒരു തെറ്റുമില്ല. ഇത്തരത്തിലുള്ള വിലക്കുകളെ പൊട്ടിച്ചെറിഞ്ഞ് സുന്നികളെ സ്വയം പര്യാപ്തരാക്കാൻ വേണ്ടി മുന്നോട്ട് നീങ്ങിയതാണ്. ആ നീക്കത്തിന്റെ ഭാഗമായി 78-ൽ ഈ 2 ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കാൻ, ഒന്ന് സംഘശാക്തീകരണം, SYSനെ മുരടിപ്പിച്ച് നിർത്തിക്കൂടാ, ജനകീയവൽക്കരിക്കണം, നമ്മളെ സമ്പത്ത് ഉപയോഗിച്ച് നമുക്ക് മുന്നേറണം. രണ്ടാമതായി നമ്മളെ ശക്തി ഉപയോഗിച്ച് മുന്നേറണം. അതോടൊപ്പം സുന്നികൾ പഴഞ്ചന്മാരല്ല, വിദ്യാഭ്യാസ വിപ്ലവം നമുക്കുണ്ടാക്കണം. ഈ 2 ലക്ഷ്യവും വെച്ചുകൊണ്ടാണ് 78-ൽ കോഴിക്കോട്ട് മാനേഞ്ചർ മൈതാനിയിൽ വെച്ച് SYSന്റെ ആദ്യത്തെ സമ്മേളനം, 25ാം വാർഷിക സമ്മേളനം അവിടെ വെച്ച് നടന്നു. ആ സമ്മേളനത്തിൽ ഇത് രണ്ടിനും തുടക്കം കുറിച്ചു. അവിടുന്ന് ആഹ്വാനം ചെയ്തു, എല്ലാ ഗ്രാമങ്ങളിലും ഇനി SYSന് യൂണിറ്റ് വരണം. വന്യരായ ഖമറുൽ ഉലമ 30 കൊല്ലക്കാലം SYSന്റെ തലപ്പത്ത് നിന്ന് അത് നമ്മളെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തരുമ്പോൾ 103 യൂണിറ്റും 5 രൂപ കടവും ഒരു ചെറിയ നോട്ട് പുസ്തകവും മാത്രം ആസ്തിയുണ്ടായിരുന്ന ഈ പ്രസ്ഥാനത്തെ 5000 യൂണിറ്റുകളാക്കി കോടിക്കണക്കിന് ആസ്തിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുള്ള ഒരു പ്രസ്ഥാനമാക്കിയിട്ടല്ലേ നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചത്. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അത് കഴിഞ്ഞ് അതേ സമ്മേളനത്തിൽ വെച്ച് തന്നെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കം കുറിച്ചു. മക്കയിലെ സുന്നി നേതൃത്വമായിരുന്ന മഹാനായ മുഹമ്മദ് അലവി അൽ മാലിക്കി നബ്ബറല്ലാഹു മർഖദ, സയ്യിദും ഹറമിലെ മുദരിസുമായ ആ നേതാവിനെ അതേ സമ്മേളനത്തിൽ കൊണ്ടുവന്നാണ് അന്ന് മർക്കസു സഖാഫത്തി സുന്നിയക്ക് തറക്കല്ലിട്ടത്. ആ മർക്കസ് എന്ന മാതാവിന്റെ മക്കളായി ഇന്ന് എത്ര 1000 സ്ഥാപനങ്ങളാണ് കേരളത്തിന്റെ അകത്തും പുറത്തുമായി ഈ പ്രസ്ഥാനത്തിന്റെ ഊർജം സംഭരിച്ച് ഉപയോഗിച്ചുകൊണ്ട് പടുത്തുയർത്തിയത്. അങ്ങനെ ആദർശത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള ഉസ്താദിന്റെ പടയോട്ടത്തിന് ശക്തമായ പിന്തുണ കൊടുത്ത പണ്ഡിതനായിരുന്നു ധന്യരായ ശംസുൽ ഉലമ അബൂബക്കർ മുസ്ലിയാർ. അല്ലാഹുവിന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. പക്ഷെ ആ മഹാനുഭാവനെ AP ഉസ്താദിന്റെ പിന്നിൽ നിന്ന് അടർത്തിയെടുക്കാൻ വഹാബികൾ രാഷ്ട്രീയക്കാരെ മുന്നിൽ വെച്ചുകൊണ്ട് കളിച്ചതിന്റെ ഫലമാണ് സമസ്തയിലുണ്ടായ പിളർപ്പ്. തന്റെ മരണത്തോടടുത്ത സമയത്ത്, മരണപ്പെട്ടതിന്റെ തൊട്ടുപിറ്റേന്ന് ചന്ദ്രികയിൽ അബ്ദുറഹ്മാൻ കല്ലായി എഴുതിയ ലേഖനം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മരണത്തിന്റെ 3 ദിവസം മുമ്പ് ശംസുൽ ഉലമയെ സമീപിച്ചപ്പോൾ ശംസുൽ ഉലമ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞ കാര്യം എന്താണ്? എത്രയും പെട്ടെന്ന് AP-യുമായി ബന്ധപ്പെട്ട് സമസ്തയെ ഒന്നിപ്പിക്കണം. മഹാനവറുകൾക്ക് ബോധ്യമായിട്ടുണ്ട് അതിന്റെ പിന്നിലുള്ള ചരടുവലി ആരാ നടത്തിയത്. അങ്ങനെ ആ ഒരു ആഗ്രഹം ബാക്കി വെച്ചാണ് മഹാനവറുകൾ വഫാത്തായതെങ്കിലും മഹാനവറുകളുടെ പേര് പറയുന്നവർക്ക് ഒരിക്കലും ഈ ഐക്യമോ യോജിപ്പോ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, എപ്പോഴൊക്കെ യോജിപ്പിന്റെ മാർഗത്തിലേക്ക് നമ്മൾ അടുത്തു വന്നോ അതിനെയൊക്കെ ശക്തമായി പൊട്ടിച്ചെറിയാൻ മാത്രമേ അവര് ശ്രമിച്ചിട്ടുള്ളൂ എന്നതെന്താ കാരണം? വഹാബികളുമായുള്ള ബാന്ധവമാണ്. ഒരിക്കലും സുന്നികളുടെ യോജിപ്പ് ബിദ്അത്തുകാർ ഇഷ്ടപ്പെടൂല. അവരുമായുള്ള ഈ കൂട്ടുകെട്ട് അവസാനിപ്പിക്കാതെ സുന്നത്തി ജമാഅത്തിന് രക്ഷ ഉണ്ടാകൂല. അതിനാൽ ബിദ്അത്തുകാരെ എങ്ങനെ കൈകാര്യം ചെയ്യണം, എന്തിനു വേണ്ടിയാണ് സമസ്ത ഉണ്ടായത്, ഈ ലക്ഷ്യത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ആദർശത്തിൽ നിൽക്കുന്നത്. അങ്ങനെ ഖമറുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള ഈ മുന്നേറ്റത്തെ തടയാൻ വേണ്ടി ശ്രമിച്ച ഓരോ കുതന്ത്രങ്ങളുടെയും ചരിത്രം നമ്മളെയൊക്കെ ജീവിതകാലത്ത് നടന്നതാണ്. ഞാനത് വിശദീകരിക്കേണ്ടതില്ല. പക്ഷേ അങ്ങനെ ഞെക്കിക്കൊല്ലാനോ കണ്ണുരുട്ടി പേടിപ്പിക്കാനോ പറ്റിയ പരുവത്തിലല്ല ഇന്ന് ഈ പ്രസ്ഥാനം
പ്രസ്ഥാനം എല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മൾ വളരെയേറെ വളർന്നു. നമ്മൾ അറിയണം, കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ വെറും 3.5 കോടിയാണ്. ആകെയുള്ള ജനസംഖ്യ 3.5 കോടിയാണ്. അതിൽ മുസ്ലിമീങ്ങൾ കേവലം 90 ലക്ഷത്തോളം മാത്രമാണ്. അതിൽ പകുതിയോളം ആളുകൾ ആരാ? സ്ത്രീകളാണ്. പകുതിയിലേറെ ആളുകൾ സ്ത്രീകളാണ്. ബാക്കി നല്ലൊരു വിഭാഗം ഗൾഫിലുമാണ്. ചില ആൾക്കാരൊക്കെ സമ്മേളനത്തിൽ 25 ലക്ഷം ആൾ പങ്കെടുത്തു എന്നൊക്കെ പറയുന്നത് യാതൊരു ചരിത്രബോധവും അല്ലെങ്കിൽ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ചുള്ള വിവരവും ഇല്ലാഞ്ഞിട്ടാണ്. ഒരു സമ്മേളനത്തിൽ കേരളത്തിലെ 25 ലക്ഷം മുസ്ലിങ്ങൾ സംബന്ധിക്കണമെങ്കിൽ പുരുഷന്മാരല്ലേ സുന്നിയുടെ സമ്മേളനത്തിൽ പോവാ? ആ സമ്മേളനത്തിൽ പോകാൻ പറ്റിയ പ്രായമായവരല്ലേ പോവാ? പറ്റ വയസ്സുള്ളവരും പറ്റ ചെറിയോരും പോലല്ലോ. അങ്ങനത്തെ ഒരു പോകണമെങ്കിൽ ഏകദേശം 25 ലക്ഷം പങ്കെടുക്കണമെങ്കിൽ 3.5 കോടിയും ഇവിടെ മുസ്ലിങ്ങളാണെങ്കിൽ ഒരു 25 ലക്ഷമെങ്കിലും ഒരു സമ്മേളനത്തിൽ സംബന്ധിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയൊന്നും കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ അറിയാം, ഇത്രയും ജനസംഖ്യ മാത്രമുള്ളതിൽ നമ്മളെ SYSന്റെയും സമസ്തയുടെയും പിന്നിൽ അണിനിരന്നതിനും ഒരു പരിമിതി ഉണ്ടാവുമല്ലോ. അത്രയും ചെറിയൊരു ജനവിഭാഗത്തെ ശാസ്ത്രീയമായി സംഘടിപ്പിച്ച് അവരെ കർമ്മശേഷിയും അവരെ സംഭാവനകളും സ്വീകരിച്ച് ഇത്ര വലിയ വിപ്ലവം കേരളത്തിൽ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞെങ്കിൽ നമ്മളെ നേതൃത്വം ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താ? ഈ മാതൃക ഇന്ത്യയിലുടനീളം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇന്ത്യയിലുടനീളം ഇത് നമുക്ക് പയറ്റണം. അതിനുവേണ്ടിയാണ് മുസ്ലിം ജമാഅത്ത് എന്ന പേരിൽ നമ്മളൊരു സംവിധാനം ഒരുക്കിയത്. അതിന്റെ ആദ്യഘട്ടമായി കേരള മുസ്ലിം ജമാഅത്ത് ഇപ്പോൾ നിലവിൽ വന്നു. ഇൻഷാ അല്ലാഹു തആല ഉടനെ തന്നെ തമിഴ്നാട് മുസ്ലിം ജമാഅത്ത്, കർണാടക മുസ്ലിം ജമാഅത്ത്, കാശ്മീർ മുസ്ലിം ജമാഅത്ത്, UP മുസ്ലിം ജമാഅത്ത് വരാൻ പോകുകയാണ്. ആദർശത്തിൽ ഐക്യപ്പെടുത്തി ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന സുന്നികളെ ഒരേ ചിരടിൽ കോർത്തിണക്കി അവരെ ശേഷിയും ശേമിഷ്യം ഉപയോഗിച്ച് നമ്മളൊരു മുന്നേറ്റത്തിന് ശ്രമിച്ചാൽ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ചരിത്രപരമായി അനുഭവിച്ചു വരുന്ന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഗവൺമെന്റിന് എന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടതില്ല. കേരളീയ മാതൃകയിൽ നമുക്ക് മുന്നേറാൻ കഴിയും എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ ഈ മുന്നേറ്റം നടക്കുന്നത്. പക്ഷേ പലരും തൊണ്ടിലെ തവളകളെ പോലെ ദുനിയാവെന്ന് പറഞ്ഞാൽ ഈ മലപ്പുറവും ഈ പൊന്നാനിയും ഈ മഞ്ചേരിയും അടക്കമുള്ള ചില പ്രദേശങ്ങൾ മാത്രമാണെന്ന് കരുതുന്നതാണ് വങ്കത്വം. അവിടെയല്ല, ഇന്ത്യയിലുടനീളം മുസ്ലിമീങ്ങളുണ്ട്. 20 കോടിയോളം മുസ്ലിമീങ്ങളുണ്ട്. അതിലെ 90 ലക്ഷത്തോളം മാത്രമാണ് കേരളത്തിലുള്ളത് എന്ന് നമ്മൾ അറിയണം. ആ മുസ്ലിമീങ്ങളെ UPയിൽ നമ്മൾ ചെന്ന് നോക്കിയാൽ കേരളത്തിലെ ജനസംഖ്യയാകുന്ന 3.5 കോടി അത്രയും മുസ്ലിങ്ങൾ മാത്രം UPയിലുണ്ട്, ഉത്തർപ്രദേശിലുണ്ട്. ആ മുസ്ലിമീങ്ങൾക്ക് സുന്നികളാണ് മഹാഭൂരിപക്ഷവും. അവരെ നമ്മൾ ഒരേ ആദർശത്തിന്റെ പേരിൽ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ സമുദായത്തിന് അത് വലിയ ഇസ്സത്തുണ്ടാക്കും, നാം വലിയ മുന്നേറ്റത്തിന് കാരണമാകും. ആ രീതിയിലുള്ള സംഘടിതമായ മുന്നേറ്റം ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, കാരണവന്മാരെ, നമ്മളെ പണ്ഡിത നേതൃത്വത്തിന്റെ പിന്നിൽ നമ്മൾ അടിയുറച്ച് മുന്നേറണം. ഇസ്ലാമിക ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ 4 ഖലീഫമാരുടെയും മുആവിയ തങ്ങളുടെയും കാലം കഴിഞ്ഞത് മുതൽക്ക് 2 ധാരകൾ മുസ്ലിം ഉമ്മത്തിലുണ്ട്. ഒന്ന്, മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വം കൈകാര്യം ചെയ്യേണ്ടത് ഭൗതിക രാഷ്ട്രീയക്കാരാണ് എന്നൊരു വിഭാഗം, അല്ല ആത്മീയ നേതൃത്വമാണ് എന്നൊരു വിഭാഗം. ഈ 2 ധാര പണ്ടേ ഉണ്ട്. ആ ധാര തമ്മിലാണ് ഇന്നും ഏറ്റുമുട്ടുന്നത്. അവിടെ ഹഖ് ആലിമീങ്ങളെ പിന്നിൽ ഉമ്മത്ത് അണിചേരണം എന്നതാണല്ലോ, അതിൽ തർക്കമില്ല. കേവല ഭൗതിക താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ പിന്നിലല്ല മുസ്ലിം സമുദായം അണിനിരക്കേണ്ടത്. പക്ഷേ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ, പരലോകമാണ് എന്നെന്നും നിലനിൽക്കുന്നതും ഏറ്റവും ഉത്തമമായതും എന്നിരിക്കെ ദുനിയാവിനെയാണ് പലരും തെരഞ്ഞെടുക്കുക. ആ ഒരു ഭൂരിപക്ഷം എപ്പോഴും ആരെ കൂടെ ഉണ്ടാകും? ദുനിയാവ്, ഇപ്പം കിട്ടുന്ന നേട്ടം അത് ആരെ കൂടെയാണ്? അവിടെയാണ് ദുനിയാവിന്റെ ആളുണ്ടാകുക. ആഖിറത്തെ ചിന്തിക്കുന്നവരോ ആലിമീങ്ങളെ കൂടെ നിൽക്കണം. അങ്ങനെ പണ്ഡിതന്മാരോട് ഒട്ടിച്ചേർന്ന് നിന്ന് നമുക്ക് പരലോകത്ത് വിജയിക്കണം. സ്വാലിഹീങ്ങളെ കൂടെ നമുക്ക് ഒരുമിച്ച് ചേരണം എന്നും നമ്മളെ പ്രാർത്ഥന അതാണ്. പള്ളികളുടെ മിഹ്റാബിൽ വെച്ചൊക്കെ നമ്മൾ ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ അൽഹിഖ്നി ബിസ്വാലിഹീൻ. എല്ലാ നബിമാരും പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ അൽഹിഖ്നി ബിസ്വാലിഹീൻ. മുത്തുനബി ദുആ ചെയ്തു വഹ്ശുർനി ഫീ സുംറത്തി സ്വാലിഹീൻ. നാളെ മഹ്ശറിൽ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയണം. അത് വിജയത്തിന്റെ അടയാളമാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ ഓർക്കണം, നാളെ പരലോകത്ത് ചെല്ലുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ലിമനിൽ മുൽക്കുൽ യൗം, ഇന്ന് ആർക്കാണ് അധികാരമുള്ളത്? ഇന്ന് ആരെ കയ്യിലാണ് അധികാരമുള്ളത്? ഈ ചോദ്യം കേൾക്കുമ്പോൾ ലോകം മടക്കി ഭരിച്ച രാജാക്കന്മാർ
രാജാക്കന്മാര് മുതൽ, രാഷ്ട്രത്തിന്റെ പ്രസിഡന്റുമാര്, അതിന്റെ പ്രധാനമന്ത്രിമാർ മുതൽ വാർഡ് മെമ്പർമാര് വരെ മുട്ട് വിറച്ചുകൊണ്ട് പറയുമത്രേ, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകാധിപതിയായ സർവശക്തനായ അല്ലാഹുവിനല്ലാതെ ഇന്നൊരാൾക്കും അധികാരമില്ല. ഈ മറുപടി കേൾക്കുന്നതോടെ ജനങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, നമ്മൾ പിടിച്ച കൊമ്പ് ദുർബലമാണ്, നാം രക്ഷപ്പെടും എന്ന് കരുതി അണിനിരന്ന നേതാക്കന്മാരാണ് റബ്ബിന്റെ മുമ്പിൽ പേടിച്ചരണ്ട് നിൽക്കുന്നത്. ഇവരൊക്കെ ഭയത്തിലാണ്. നമ്മളെ MP-ക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല, നമ്മളെ MLA-ക്ക് ഒരു ചുക്കും ഇവിടെ ചെയ്യാൻ സാധ്യമല്ല, ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്കാണെന്ന് തിരിച്ചറിഞ്ഞ് മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആലിമീങ്ങളെ ചാരത്തേക്ക് ആളുകൾ ഇങ്ങനെ ചെന്ന് അവരെ വട്ടം ചുറ്റി നിൽക്കുമ്പോൾ അള്ളാഹു രണ്ടാമത്തെ പ്രസ്താവന നടത്തും, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, ഓ തെമ്മാടികളെ, ഇന്നത്തെ ദിവസം നിങ്ങൾ വേറിട്ട് നിൽക്കൂ. ഇന്ന് നിങ്ങൾ ആലിമീങ്ങളോട് ഒട്ടി നിൽക്കാൻ വന്നതാണോ? അമ്പിയാക്കളോട് ചേർന്ന് നിൽക്കാൻ വന്നതാണോ? ഇന്നലെയായിരുന്നു നിങ്ങൾ അവരോടൊപ്പം അണിചേരേണ്ടത്, ഇന്ന് വന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഒറ്റക്കൊറ്റക്ക് നിർത്തപ്പെട്ടാൽ പരാജയം ഉറപ്പാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അവിടെ സ്വാലിഹീങ്ങളെ കൂടെ ഒരുമിച്ച് ചേരാൻ കഴിഞ്ഞാൽ അത് വിജയമാണ്. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. അതിനെന്തു വേണം? ഈ ദുനിയാവിൽ ആലിമീങ്ങളോടൊപ്പം അണിചേർന്ന് സുന്നത്തി ജമാഅത്തിന്റെ ആദർശ സംരക്ഷണത്തിന് വേണ്ടി, ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ആവുന്നതൊക്കെ നമ്മൾ ചെയ്യണം. അതാണ് ഈ കാലഘട്ടത്തിലെ ജിഹാദ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാഹ്, ഞങ്ങളെ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളെ വിശ്വാസത്തിന്റെ കാര്യമാണ്. ഈമാൻ നിലനിർത്തി തരണേ റഹ്മാനെ. ഒരുപാട് വിഭാഗങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ പതറിപ്പോകുന്ന സംശയം കൊണ്ട് പൊറുതിമുട്ടുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തല്ല അല്ലാഹ്. ഫീ ഖുലൂബിഹിം മറളും ഫസാദഹുമുല്ലാഹു മറളാ എന്ന് നീ പറഞ്ഞ മുനാഫിഖീങ്ങൾക്ക് സംശയം കൂടിക്കൊണ്ടിരിക്കും, വിശ്വാസികൾ അടിയുറച്ചു നിൽക്കും. ആ അടിയുറച്ച വിശ്വാസം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. സുന്നത്തി ജമാഅത്തിന്റെ മാർഗത്തിലായി ഞങ്ങളെയും സന്താന പരമ്പരകളെ ഖിയാമത്ത് നാൾ വരെയും നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. അതിന്റെ ഖാദിമീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. ഈ മഹല്ലിലെ ഞങ്ങളെ കാരണവന്മാർക്ക് നീ നല്ല മനക്കരുത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് കൊടുക്കണേ അല്ലാഹ്, നല്ല നേതൃത്വം നൽകാനുള്ള എല്ലാ കഴിവും നൽകണേ റഹ്മാനെ. റബ്ബേ, അവരെ പിന്നിൽ ഉറച്ചു നിന്നുകൊണ്ട് സുന്നത്തി ജമാഅത്തിന് വേണ്ടി ഖിദ്മ ചെയ്യാൻ സർവ്വ സഹോദരന്മാർക്കും സഹോദരിമാർക്കും തൗഫീഖിനെ ഏറ്റിത്തരണേ റഹ്മാനെ. സർവ്വദോഷങ്ങളും പൊറുക്കണേ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്, കടങ്ങളെ വീട്ടിത്തരണേ അല്ലാഹ്. വീടുകളിലും കുടുംബങ്ങളിലും നാട്ടിലും ഒരുമയും ഐക്യവും നിലനിർത്തണേ റഹ്മാനെ. ഭിന്നതയും ദുസ്വഭാവങ്ങളൊക്കെ മാറ്റിത്തരണേ അല്ലാഹ്. മക്കളിലൂടെ ഇരുലോകത്തും സന്തോഷം നൽകണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. കടം കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ജോലിയിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. കൃഷി, കച്ചവടം, എല്ലാ സംരംഭങ്ങളിലും ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളെ സ്ഥാപനങ്ങൾ, ദർസുകൾ, ഞങ്ങളെ സമ്പാദ്യങ്ങൾ ബറക്കത്തുള്ളതാക്കണേ അല്ലാഹ്. ഈ ദർസ് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ റഹ്മാനെ. ആ മുത്തഅല്ലിമീങ്ങളെ സഹായിക്കുന്ന ഉമ്മമാർ, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവർ സ്വർഗീയ ഭക്ഷണം നൽകണേ അല്ലാഹ്. നരകത്തിൽ കടത്തല്ല അല്ലാഹ്. റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് ഹജ്ജും ഉംറയും സിയാറയും നിർവഹിക്കാൻ ഒരുപാട് അവസരങ്ങൾ നൽകണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. ഈ മഹല്ലത്തിൽ സുന്നത്തി ജമാഅത്തിനെ നീ ഇസ്സത്തിലാക്കണേ അല്ലാഹ്, അഭിവൃദ്ധിയിലാക്കണേ അല്ലാഹ്. നല്ല ഇസ്സത്തിലേക്ക് നീ ഉയർത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ദർസും ഞങ്ങളുടെ സ്ഥാപനങ്ങളും എല്ലാം നീ വളർത്തി തരണേ റഹ്മാനെ. അതിനുവേണ്ടി ലോകത്തിന്റെ, നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഹായിക്കുന്നവരുണ്ട്, നീ സഹായിക്കണേ റഹ്മാനെ. അവസാനം ഈമാൻ
ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നീ നൽകണേ അല്ലാഹ്. മരണസമയത്തുള്ള ഫിത്നകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഖബറിലും മഹ്ശറിലും തുണയാകണേ അല്ലാഹ്. ഹബീബിന്റെ വിരുന്നും ശഫാഅത്തും നൽകണേ അല്ലാഹ്. അർശിന്റെ നീലിലായി സ്വാലിഹീങ്ങളെ സുംറത്തിലായി നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. മുത്തുനബി തുറന്നു കൊടുക്കുന്ന സ്വർഗത്തിലേക്ക് കുടുംബസമേതം ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന സർവ്വ മുഅ്മിനീങ്ങളോടുമൊപ്പം നീ പ്രവേശം നൽകണേ അല്ലാഹ്. നരകത്തിന്റെ വറകുകളാക്കി ഞങ്ങളെ നശിപ്പിക്കല്ല റഹ്മാനെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റബ്ബനാ തഖബ്ബൽ മിന്നാ വലാ തറുദ്ദനാ ഖായിബീൻ ബിമഹ്ദി ഫദ്ലിക വബികറമിക യാ അക്രമൽ അക്രമീൻ വയാ അർഹമർ റഹീമീൻ. എല്ലാവരും എഴുന്നേൽക്ക. സ്വലാത്തില്ല, നല്ലൊരു സംഭാവന നിങ്ങൾ ഇവിടെ ഉസ്താദിന്റെ കയ്യിൽ ഏൽപ്പിക്കുക. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു അതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ സംഭാവനയുടെ ബർക്കത്ത് കൊണ്ട് ദുആ സ്വീകരിക്കട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു